ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമുണ്ട്. ആരും എഴുന്നേറ്റ് പോകരുത്. ഫ്രാൻസിസ് പാസ്റ്റർ വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഒരു മെസ്സേജ് 1 മണിക്കൂർ 30 മിനിറ്റാണ്. ഇന്ന് രാത്രി സഭയുടെ ഉൽപ്രാപണവും ഇസ്രയേലും അന്തിമ യുദ്ധം ഇതിനെ ആസ്പദമാക്കിയായിരിക്കും, ശക്കരിയ പ്രവചനത്തിൽ കൂടിയായിരിക്കും ഇന്ന് രാത്രി പ്രതിപാദിക്കുന്നത്. ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കണം. മുഴുവൻ പ്രവചനങ്ങളാണ്, അതുകൊണ്ട് അധികം സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. 11 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ എൻഡ് ഓഫ് ദ കോവിഡ് വരാൻ പോകുന്ന സഭയുടെ ഉൽപ്രാപണവും അന്തിമ യുദ്ധവും ഇസ്രയേൽ 3 ഭാഗങ്ങൾ തൊട്ടുകൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കണം. നാം പാർക്കുന്ന ഭൂമി 7 വൻകര: ഏഷ്യയും ആഫ്രിക്കയും തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും യൂറോപ്പും 262 രാഷ്ട്രങ്ങൾ. 800 കോടിയിലേക്ക് ജനം കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 6000 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. നാളത്തെ ലോകം എവിടേക്ക് ചെല്ലുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. അമേരിക്കയിലെ കടൽ തീരമായ ഒഹിയോ മുതൽ ഏകദേശം കന്യാകുമാരി തേങ്ങാപട്ടണം വരെയുള്ള എല്ലാ കടൽ തീരങ്ങളിലും എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും 12 വാക്കുകൾ കഴിഞ്ഞ 22 മന്ത്സായി കേട്ടുകൊണ്ടിരിക്കുന്നു. മാസ്കും സാനിറ്റൈസറും ഹാൻഡ് വാഷും കീപ്പ് ഡിസ്റ്റൻസും ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും കണ്ടെയ്ൻമെൻറ്റ് സോൺ ഹോട്ട്സ്പോട്ട്, അത് കഴിഞ്ഞിട്ട് PPE, ട്രൂനാറ്റ്, ആൻറ്റിജൻ. അവസാനം നമുക്കെല്ലാം ഇന്ന് മതിൽ കടക്കാൻ ഒരു ടെസ്റ്റും വന്നു, RT-PC. ഇതില്ലാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഒരന്ത്യകാലത്തിലേക്ക് ലോകം വന്നിരിക്കുന്നു. അമേരിക്ക പ്രകൃതി ദുരന്തങ്ങൾ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. കാലിഫോർണിയയിൽ ഭൂമി കുലുങ്ങുന്നു. അപ്പോൾ തന്നെ മെക്സിക്കോയിൽ പ്രളയം അടിച്ചുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്തൊരു കാലത്ത് മലയാളി കുഞ്ഞുങ്ങളുടെ നല്ല സങ്കേതമായിരുന്ന കാനഡ അവരുടെ ഫീസ് ഉയർത്തിക്കൊണ്ട് 25 ലക്ഷത്തിലേക്ക് എമിഗ്രേഷൻ, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആസ്ട്രേലിയയിലും വകഭേദമായ കോവിഡ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വസ്ഥതയുടെ പട്ടണമായ UK-യിൽ ഇന്ന് തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു. MBA വെടിവെച്ചു കൊള്ളുന്നു. ഫ്രാൻസിൽ പച്ച മനുഷ്യനായ സാമുവൽ പാറ്റയുടെ കഴുത്ത് IS തീവ്രവാദികൾ അറക്കുന്നു. യൂറോപ്പ് കുലുങ്ങുന്നു. സാമ്പത്തിക മണ്ഡലം തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച. അപ്പുറത്തേക്ക് GCC മുഴുവൻ എണ്ണവില കൂട്ടിയപ്പോൾ ഗൾഫ് മേഖലയെ സാമ്പത്തിക അസ്ഥിരത്വത്തിനു വേണ്ടി 5 രാജ്യങ്ങൾ കൈകോർത്തു. അമേരിക്കയും ബ്രിട്ടനും ജപ്പാനും ഇന്ത്യയും ഇനി ഓയിൽ കൺസിഡർ ചെയ്ത് അവരിന്ന് എടുക്കത്തില്ല. മംഗലാപുരവും വിശാഖപട്ടണത്തുമുള്ള പ്ലാന്റിൽ കിടക്കുന്ന റിസർവ് കൊടുക്കും. സാമ്പത്തിക മാന്ദ്യം ഗൾഫിനെയും ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം അത്തി തളർത്തതുപോലെ എല്ലാ ദിവസവും പത്രങ്ങളിൽ വാർത്ത. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ മനോരമയിലും നമ്മുടെ കേരളത്തിലും ഇസ്രയേൽ വാർത്ത. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലെ കമ്പനികളുമായിട്ട് അറ്റാച്ച് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയുള്ള പുതിയ സാങ്കേതിക വിദ്യ ഇസ്രായേൽ അംബാസഡർ കൈമാറുന്നത് മലയാള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പശ്ചിമേഷ്യ പുകയുന്നു. ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് സിറിയയും ലെബനോനും എല്ലാം കടന്നു. എല്ലാ ദിവസവും കമ്മ്യൂണൽ ക്ലാഷ് നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് ചൈനയിൽ 2019 ഒക്ടോബറിൽ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ് ഭീതി വിതച്ചുകൊണ്ട് ലോകത്ത് നടക്കുമ്പോൾ ചൈനയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ പിൻപിൽ പടയൊരുക്കം നടത്തുന്ന കാഴ്ച നാം കാണുന്നു. താലിബാൻ്റെ ഭരണം അവരുടെ കൈകളിൽ സുസ്ഥിരമായി ഏൽപ്പിച്ചിട്ട് അമേരിക്ക 38 വർഷം ബദസ്താക്കുള്ള കടക്കുകളിൽ കിടന്ന രോഗിയുടെ കണക്ക് പെട്ടിയും കിടക്കയും എടുത്തു പോയ കാഴ്ച നിങ്ങൾ കണ്ടു. ഈ വർഷം ഇറാഖിൽ നിന്നും അവർ ഗുഡ് ബൈ പറയും. ഇനി അവർ ഓപ്പറേഷൻ ഒറ്റ സ്ഥലത്ത് കയ്യിൽ കാശില്ല. അമേരിക്കയിലെ ഒരേ ഒറ്റ എയർബേസായി ഖത്തറിലെ ഹുദ്ഹുദ് മാത്രം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുന്നു. താലിബാന് പുറകെ പാകിസ്ഥാൻ കലാപത്തിലേക്ക് വളരെ താമസം പിന്നെ പോകാൻ പോകുന്നു. ചൈനയിൽ നിന്ന് കടപ്പത്രം വാങ്ങിച്ചിട്ട് ശ്രീലങ്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം 2ാമത്തെ ഗവൺമെൻറ് വീണ്ടും തുടർച്ച അധികാരത്തിൽ വന്നു. ഇൻഫർമേഷനും ബയോവും നാനോ ടെക്നോളജിയും അതുപോലെ തന്നെ വെസ്റ്റിലുള്ള രാജ്യങ്ങളുമായി കരം കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ കർഷക സമരം പിടിച്ചപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ചു വന്നപ്പോൾ അവിചാരിതമായി കരസേനയുടെയും അഥവാ ടോട്ടൽ 3 സേനയുടെ സംയുക്ത സേന കേണൽ ബിപിൻ റാവത്ത് ഗുഡ് ബൈ പറഞ്ഞു. അതിനുശേഷം പുതിയൊരു ചീഫിന് വേണ്ടി ഇപ്പോഴത്തെ കരസേനാ മേധാവി MM നരവനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ അത്യുന്നതിയിലേക്ക് പായുവാൻ ശ്രമിക്കുന്നു. നാം പാർക്കുന്ന കൊച്ചു കേരളം 3.5 കോടി ജനങ്ങളുണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും ഈ നോഹയുടെ കാലത്തെ പോലെ തന്നെ അലർട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു മലയാളി. പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, യെല്ലോ ഇതറിയത്തില്ല. ഡെയിലി ഞാൻ അലർട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ വെളിപ്പാട് പറയുന്നത് പോലെ
അന്ത്യകാല സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ കരിമ്പറം പോലെ കറുത്തു. വലിയൊരു ഭൂകമ്പം, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു. സകല മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. കവളപ്പാറ, പുത്തുമല, അത് കഴിഞ്ഞ് പെട്ടിമുടി, അതിനുശേഷം ഇപ്പോൾ മുണ്ടക്കയം, കൂട്ടിക്കൽ, ഏന്തയാറ്, അതിനപ്പുറത്ത് CSL ഞാൻ പ്രസംഗിച്ചതാണ്. ആ സ്ഥലങ്ങളൊന്നും ഇന്ന് കാണാനില്ല. എല്ലാം ഇളകുന്നൊരു കാഴ്ച. ഒരിക്കൽ കൂടി ദൈവ കുഞ്ഞുങ്ങൾ പ്രവചനത്തിൻ്റെ നിവൃത്തിയായി ഇന്ന് രാത്രി അന്ത്യകാല സംഭവങ്ങളെല്ലാം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ അകത്തളത്തിൽ പരിശുദ്ധാത്മാവ് ഹേമിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രി പ്രിയൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു വാക്കുകൂടി ചൊല്ലുവാനിടയാകും. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് രാത്രി ഒരു ഘടികാരത്തിലെ സൂചി കറങ്ങുന്നത് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ, പ്രിയൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമുയർത്തി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുകയും കാത്തിരിക്കുന്ന തൻ്റെ പ്രിയ മക്കളെ ചേർക്കുവാൻ 10,000 പേരിൽ സുന്ദരനായി എൻ്റെ നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വായിക്കുന്നു സെഖര്യാ പ്രവചനം 12, 1, 2, 3 വാക്യങ്ങൾ. സെഖര്യാ ചാപ്റ്റർ 12 വേർഡ്സ് 1, 2 and 3 വായിച്ചാട്ടെ മക്കളെ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. അടുത്തത്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ, ഈ ഭാഗം 4 ഭാഗമായിരിക്കും നമ്മുടെ ഈ രാത്രിയിലെ മെസ്സേജ്. ഞാൻ ജെറുസലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. നമ്പർ 1, പരിഭ്രമ പാത്രം. അക്കമിട്ട് ദൈവദാസന്മാരും ദൈവകുഞ്ഞുങ്ങളും നോട്ട് ചെയ്യണം. 2, യെരൂശലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അടുത്ത വാക്യം, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. സെക്കൻഡ് പോർഷൻ, അതിനെ ഭാരമുള്ള ഒരു കല്ലാക്കി ജെറുസലേമിനെ വെക്കും. അടുത്ത അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ കഠിനമായി മുറിവേൽക്കപ്പെടും. 4-ാമത്തെ പ്രവചനം, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ജെറുസലേമിന് വിരോധമായി കൂടി വരും. നമ്പർ 1, പരിഭ്രമപാത്രം. നമ്പർ 2, ഭാരമുള്ള കല്ല്. 3, ജാതികൾ വിരോധമായി കൂടി വരും. 4, അതിനെ തൊടുന്നവരെല്ലാം കഠിനമായി മുറിവേൽക്കപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ലഭിക്കപ്പെട്ട വചനത്തിന് മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നിയമത്തിൻ്റെ പെട്ടകവുമായി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ കൺവെൻഷനിൽ വന്നിട്ടുണ്ട്. ചതഞ്ഞ ഓടയെ ഉടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം ഇന്ന് രാത്രി സ്വർഗീയ കരവുമായി നമ്മെ അനുഗ്രഹിപ്പാൻ വന്നിട്ടുണ്ട്. കുഞ്ഞെ, 2020 കണ്ട പലരും 21 കണ്ടില്ല. 21 സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയവർ ഈ ഡിസംബർ കാണാതെ ഇരിക്കുമ്പോൾ ഇന്ന് രാത്രിയും 1 ഗ്രാം വൈറസ് നിന്റെ ശരീരത്തിനകത്തും ബ്ലഡ് കൗണ്ടിൽ കയറിയിട്ട് പോലെ പൊന്നുപോലെ കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിടുവിച്ച് ഈ കൊച്ചി കൺവെൻഷനകത്ത് കൊണ്ടിരുത്തിയതിനായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നുവെന്ന് ഇന്ന് രാത്രി അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ട്. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന മഹത്വവാനായ ദൈവം ഇന്ന് രാത്രി വീരൻ ഇറങ്ങി വരുന്നത് നിന്റെ പരാജയത്തിനല്ല. ഇന്ന് രാത്രി നീ പരാജയപ്പെട്ട സ്ഥാനത്ത് വീരനായ കർത്താവിൻ്റെ കരം ഇറങ്ങിയ ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തി പകരുവാൻ, നിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, നിന്റെ ബന്ധനങ്ങളെ തകർക്കുവാൻ ഇന്ന് രാത്രി സർവശക്തന്റെ കരം ഇറങ്ങി വരുന്ന രാത്രിയാ. ഒരു വിലാപയാത്ര നയിന്റെ പട്ടണത്തിൽ കൂടി വരികയാ. യാതൊരു ഹോപ്പും ഇനിയില്ല. പ്രത്യാശകൾ അറ്റുപോയി. ആ ബാലകന്റെ ഡെഡ് ബോഡി സെമിത്തേരിയിൽ അടക്കാൻ പോകുക. വിധവയായ മാതാവിനൊരു പ്രത്യാശയില്ല. മഞ്ചം ചുമക്കുന്നവർക്കൊരു പ്രത്യാശയില്ല. ആരുടെ മുഖത്തും ഒരു സന്തോഷമില്ല. എന്നാൽ എൻ്റെ യേശുവിന്റെ കരം ഹല്ലേലൂയ പെട്ടിക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ ആശകൾ അറ്റ സ്ഥാനത്ത് പ്രത്യാശയുടെ കണ്ണുകൾ തുറക്കുവാൻ ഇടവന്നതുപോലെ ഇന്ന് രാത്രി 4-ാമത് രാത്രി പറയണം, ചലനമില്ലാത്തതിന്റെ മേളിൽ ചലനം തരുവാൻ, ഇല്ലാത്ത രക്തത്തിന്റെ അളവുകളെ മാറ്റി കൗണ്ടുകളെ മാറ്റിമറിക്കുവാൻ, ഇന്ന് രാത്രി നിന്റെ ക്യാൻസറിന്റെ അവസ്ഥകളെ മാറ്റുവാൻ സർവശക്തന്റെ കരം കാൽവറിയിൽ നിന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെങ്കിൽ ഒരുപക്ഷെ ഡോക്ടർ നിന്റെ മുൻപിൽ വിധി എഴുതും, നാട്ടുകാർ നിന്റെ മുൻപിൽ വിധി എഴുതും, ആയുസിന്റെ രേഖകളെ മാറ്റി എഴുതുക. നയിന്റെ
പട്ടണത്തിൽ ഇറങ്ങിയ യേശുവിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ പറയും, ഇല്ല, ഞാൻ പെട്ടിക്കകത്ത് കടക്കണ്ടിയവനല്ല. അതിന്റെ നടുവിൽ തൊട്ടെഴുന്നേൽപ്പിക്കുന്ന ഒരു ദിവ്യ കരം, ദ ഡിവൈൻ കെയർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി വചനം പറയുമ്പോൾ, ആരാധന നടക്കുമ്പോൾ ചിലത് ചാടി എഴുന്നേൽക്കുക, ചിലരുടെ പേരുകൾ നിത്യരാജ്യത്തിൽ എഴുതപ്പെടുക, ചില അത്ഭുത രോഗശാന്തി ഇതിനകത്ത് പടരുക. ഇന്ന് രാത്രി ചില പാരമ്പര്യ കെട്ടുകൾ തകർക്കുക. നിന്റെ മുൻപിലിരിക്കുന്ന മരണത്തിന്റെ പാശങ്ങളെ മാറ്റി നിത്യജീവന്റെ ഉറവകൾ തുറക്കുക. ഇന്ന് രാത്രി കൺവെൻഷൻ മുഖാന്തരമായി മാറട്ടെ. കരുണാമയനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെൻ്റെ പറുദീസയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന വിശ്വസ്തനായ കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അങ്ങയുടെ കരം എവിടെയെങ്കിലും ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൻ്റെ ശക്തി ഒന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലപ്പച്ച അങ്ങയുടെ ഒരു വാക്ക് ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടാൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു അത്ഭുത സൗഖ്യം വരുവാൻ. ഇന്ന് രാത്രി വേദനയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ മുറിഞ്ഞ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സൂം പ്ലാറ്റ്ഫോമിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കൊച്ചി പെന്തക്കോസ് അസോസിയേഷൻ മുഴുവനായി ഇന്ന് രാത്രി സ്വർഗീയ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അന്ത്യകാലത്തിൻ്റെ ഉണർവ് ഈ ദൈവദാസന്മാരിൽ കൂടി, ദൈവസഭകളിൽ കൂടി, ഹല്ലേലൂയ, ഈ കടലോര മേഖലയിൽ വ്യാപരിക്കുവാൻ നിന്റെ മക്കളെ ഇന്ന് രാത്രി ദൈവ കരങ്ങളിൽ തരുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഞങ്ങൾ താഴുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതെന്ന് പറയുക. അന്ത്യദിനങ്ങൾ കേൾക്കുന്ന സന്ദേശം, നിത്യരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കുക, അനേകം പേർ രക്ഷയിലേക്ക് കടന്നു വരുക. ഈ രക്ഷാ സന്ദേശത്തെ അപ്പച്ചന്റെ കരങ്ങളിൽ തരുന്നു. ഇന്ന് രാത്രി ഞാൻ ഉയർത്തപ്പെട്ട എങ്കിലേക്ക് അനേകം പേർ ആകർഷിക്കപ്പെടുന്നത് പോലെ ഇന്ന് രാത്രി ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെയോ ഞങ്ങളുടെ ഡോക്ടറേറ്റോ ഒന്നും ഇന്ന് രാത്രി ഉയരണ്ട. നാലാമത് രാത്രിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിന്റെ നാമം മാത്രം ഈ കൺവെൻഷൻ പരമ്പരകളിൽ ഉയരണം. ആദിയോടന്തം തിരുസാന്നിധ്യത്തിൽ ഞങ്ങളെ മറയ്ക്കും. ഇന്ന് രാത്രി അപ്പച്ചൻ വിടുതലോടെ ഞങ്ങളെ കടത്തിവിടും. സകല മഹത്വവും ഇന്ന് രാത്രി അപ്പച്ചന് കരേറ്റുന്നു. ഒരു ദിനം കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ ഇന്ന് രാത്രി തുറക്കണം. അടിയനൊന്നുമല്ല, നിത്യതയുടെ ഒരു ദൂത് പറയുവാൻ ഇന്ന് രാത്രി എളിയവനെ ബലപ്പെടുത്തണം. മഹത്വം അപ്പച്ചന്. പ്രാർത്ഥന മാനിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിന്തയിലേക്ക് കടക്കാം. തൊട്ടുവച്ചത് സെക്കറിയാവ്. വിശുദ്ധ തിരുവെഴുത്ത് 31,173, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമഗ്രന്ഥങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരം ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ തിരുവെഴുത്തിനകത്ത്, 17 പ്രവചനങ്ങൾ തിരുവെഴുത്തിനകത്ത് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ഏകരാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം, വിശുദ്ധ വെളിപ്പാട് പുസ്തകം. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് BC 560 ഇദ്ദോ പ്രവാചകന്റെ മകനായ സെക്കറിയാവ് ഇസ്രയേലിനെ പറ്റി കൊടുക്കുന്ന ദീർഘദർശനമാ ഈ സെക്കറിയ പ്രവചനം. ഇതിനകത്ത് 12 പരം അധ്യായങ്ങളോട് മുൻപോട്ട് വരുമ്പോൾ തൊട്ടുവെച്ചത് ടോട്ടൽ 14 211 വാക്യങ്ങളുമുള്ളത് സെക്കറിയ പ്രവചനം. അതിനകത്ത് ഈ കോവിഡിൻ്റെ പാൻഡമിക്കിനകത്ത് ഇന്ന് രാത്രി എളിയവനാകുന്ന ദൈവദാസൻ എന്തിനു വേണ്ടി ഈ പ്രവചനം എടുത്തു? 4 സംഭവങ്ങളിൽ 3 സംഭവം നിറവേറിയ ഒരു തലമുറയുടെ കാലത്താണ് ഞാനിത് തൊട്ടുവെക്കുന്നത്. 1, ഇസ്രയേൽ ഭാരമുള്ള കല്ലാകും. 2, പരിഭ്രമപാത്രമായി മാറും. 3, സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. ഇനി 4ാമത്തെ ഒരു പ്രവചനം മാത്രമേ ഉള്ളൂ. ഇസ്രയേലിൻ്റെ വിഷയത്തിൽ ഒരന്തിമ യുദ്ധം. ഇതെവിടെ ആരംഭിച്ചു? അബ്രഹാമിൻ്റെ ഭവനത്തിൽ ആരംഭിച്ചു. ആര് തുടങ്ങി? ഇസഹാക്കും ഇസ്മായേലും. 2ാമത്തെ പോർഷൻ എവിടെ തുടങ്ങി? ഏശാവും യാക്കോബും. 3ാമത്തെ പോർഷൻ എവിടെ തുടങ്ങി? വീണ്ടും സംഭവിച്ചു. നമ്മുടെ പഴയ ദാവീദും ഗോലിയാത്തും ഏലാ താഴ്വരയിൽ നടന്ന യുദ്ധം. അന്ന് മുതൽ ഇതിൻ്റെ സാമ്പിൾ ആരംഭിച്ചതാ. അങ്ങനെയെങ്കിൽ ആര് ഇസ്രയേൽ? എപ്പോൾ ഈ യുദ്ധം? എവിടെ ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്റ്റ്? അത് പറയുമ്പോൾ ഇന്ന് രാത്രി നിർത്തും. തിരുവചനത്തിലേക്ക്
ഉൽപ്പത്തി 1, ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 1 പ്രപഞ്ചം, 2 മനുഷ്യൻ, 3 പാപം. സർവശക്തനായ ദൈവം മനുഷ്യന് കൊടുത്ത ആയുസ് എത്രയായിരുന്നെന്നറിയാമോ? 1000 സംവത്സരം, ഒരു ദിവസം. പക്ഷേ അവിടെ ഒരുത്തരും കണ്ടില്ല. ഉൽപ്പത്തി 5 വരുമ്പോൾ ഏറ്റവും ദീർഘസംവത്സരം ജീവിച്ചിരുന്ന മെതുശലേഖ 969 സംവത്സരം അവൻ ജീവിച്ചു. അതിനുശേഷം ഇത്രയും ആയുസ് ആർക്കും കിട്ടിയില്ല. വെളിപ്പാട് 6 വരുമ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യൻ്റെ ലോകത്തിൻ്റെ പുത്രിമാരെ തിരഞ്ഞെടുത്തപ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ്റെ ആയുസ്സിനെ വെട്ടി 120. നിൽക്കട്ടെ, പാപം തെറഞ്ഞ മനുഷ്യൻ, കൊച്ചിക്കാർക്ക് പാപത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതല്ലോ. സോദോമിൻ്റെ പാപമല്ലേ ഇപ്പം നടക്കുന്ന, കഞ്ചാവും മയക്കുമരുന്ന് നല്ല ബിസിനസ് നടക്കുന്നു. നിൽക്കട്ടെ, പാപം നിറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം നീതിപ്രസംഗിയായ നോഹയെ വിളിച്ചു. ശക്തമായി മാനസാന്തരത്തിൻ്റെ വചനം പറയാൻ പറഞ്ഞു. രാവും പകലുമെല്ലാം അവൻ പറഞ്ഞു. നോഹ ഗോപേർമരം കൊണ്ടൊരു പെട്ടകത്തെ ഉണ്ടാക്കി. നീളം, വീതി, വിസ്തീർണം 300, 50, 30 കറക്റ്റായ ആ മെഷർമെൻറ്റിൽ ഒരു പെട്ടകം ഉണ്ടാക്കിയപ്പോൾ ശുശ്രൂഷ തികഞ്ഞ ദൈവഭക്തന് സ്വർഗത്തിലെ ദൈവം എവിടത്തേക്ക് കടത്തി? പെട്ടകത്തിലേക്ക് കടത്തി. ഇതിനകത്തൊരാശയമുണ്ട്. പെട്ടകത്തിൽ കടന്നാലുടനെ രക്ഷയെന്നെങ്ങും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പലരും സാമുദായിക സഭകളും ട്രഡീഷൻകാരും എല്ലാം കേൾക്കും. ഒരുപക്ഷെ ഞാനും ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പെന്തക്കോസിനകത്ത് വന്നാൽ ഏതെങ്കിലുമൊക്കെ കിട്ടുമെന്നും പറഞ്ഞ് ചാടി കയറി ആരും വരരുത്. സ്തോത്രം. ആദ്യങ്കൽ പെട്ടകത്തിൽ കയറിയാലും സേഫ്റ്റിയായിട്ട് കർത്താവ് നിർത്തും. പക്ഷേ നോഹയുടെ പെട്ടകത്തെ സ്വർഗത്തിലെ ദൈവം നീക്കി തുടങ്ങിയപ്പോൾ ആകാശത്തിൽ നിന്ന് പെരുമഴ, ഭൂമിയുടെ അടിത്തട്ടിൽ നിന്ന് വെള്ളം കയറി. ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്തിൻ്റെ അതിർത്തിയായ അരാരാത്ത് പർവ്വതത്തിനകത്ത് പെട്ടകമുറച്ചില്ല. അനേക ദിവസങ്ങൾ ചാഞ്ചാട്ടം നടത്തി, അനേക ദിവസങ്ങൾ കാറ്റിൻ്റെ പ്രതികൂലം, അനേക ദിവസം പെട്ടകത്തിനകത്ത് ഒരുപക്ഷെ ആഹാരത്തിൻ്റെ കുറവ്. ഹല്ലേലൂയ. നോഹയുടെ മക്കളൊക്കെ ചിലപ്പോൾ പരിതപിച്ച് കാണും. എങ്കിലും ദൈവം പറഞ്ഞ സ്ട്രക്ചർ പ്രകാരം ഒരു പെട്ടകം സ്വർഗത്തിലെ നിവർത്തിയാക്കി പണി കഴിപ്പിച്ച് അതിൻ്റെ കുറ്റി സ്വർഗം ഇട്ടെങ്കിൽ ഇന്ന് രാത്രി ആലോചന വചനം കേൾക്കുന്ന ദൈവമക്കളെ, ലോകമാകുന്ന ഗംഭീരവാരിധിയിൽ പ്രതികൂലങ്ങളുടെ കാറ്റ് നിന്റെ പെട്ടകത്തിനെ ആഞ്ഞടിച്ചാൽ സ്ട്രക്ചർ ഇട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവൻ അരാരാത്തിനകത്ത് ഉറപ്പിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പരാജയത്തോടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നീ വീണു പോകരുത്. കാറ്റടിക്കാം, പ്രതികൂലമടിക്കാം, പ്രതിസന്ധിയുടെ നടുവിൽ പല കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഇന്ന് രാത്രി അകത്തളം തിളയ്ക്കുന്ന ദൈവമക്കൾ വിശ്വാസത്തോടെ പറയണം, എൻ്റെ വിശ്വാസത്തിന് അടിസ്ഥാനമിട്ടത് കാൽവറിയെങ്കിൽ അന്ത്യം വരെയും ആ കാൽവറിയെ നോക്കി ഞാൻ യാത്ര ചെയ്യാം. പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വരട്ടെ, സിസ്റ്റർ ക്യാൻസർ എൻ്റെ ജീവിതത്തിൽ വരട്ടെ, ബ്രദർ ട്യൂമർ എൻ്റെ ജീവിതത്തിൽ വരട്ടെ, അനേകം പേർ എൻ്റെ മുൻപിൽ നിന്ന് മാറിപ്പോകട്ടെ. എന്നാൽ രക്ഷയുടെ ദൂത് ഞാൻ അകത്ത് പ്രാപിച്ച നാൾ മുതൽ എനിക്ക് വേണ്ടി ഒരു നിർണയം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നോഹയുടെ പെട്ടകത്തിനെ അരാരാത്തിനകത്ത് ഉറപ്പിച്ച സർവശക്തൻ ഈ അന്തിമ ദിനത്തിൽ എന്നെ കൈവിടത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. കാറ്റടിക്കട്ടെ, പ്രതികൂലമടിക്കട്ടെ, പ്രതിസന്ധി വരട്ടെ, കോവിഡിന്റെ വേരിയേഷൻ വരട്ടെ, നടുവിൽ നിന്ന് പറയണം, വചനത്തിന്റെ പെട്ടകത്തിന്റെ അകത്ത് രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കള് അനന്തനിത്യതയുടെ കവാടങ്ങളിൽ എത്തിക്കുക. എൻ്റെ നാഥൻ ശക്തൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. ആ പെട്ടകം അവിടെ ഉറച്ചു. നമ്മുടെ അച്ചായന്മാരാണൊക്കെ പുള്ളിക്കാരൻ കൃഷിയൊക്കെ തുടങ്ങി. ആ സമയത്ത് അല്പം മുന്തിരിയൊക്കെ കുടിച്ചു. ആദ്യം വിറ്റു, ചാറൊക്കെ എടുത്ത് കുടിച്ചു. അവസാനം ബാറി കുടിക്കുന്ന പോലൊക്കെ ആയിപ്പോയി. വിവസ്ത്രനായി നോഹ കുഞ്ഞുങ്ങളെ ശപിക്കുവാൻ തുടങ്ങി. കനാൻ ശപിക്കപ്പെട്ടവൻ, അവൻ്റെ കൃപയും പോയി. ആ സമയത്ത് സ്വർഗം നേരെ CCTV ആയിട്ട് എവിടെ പോയെന്നറിയാമോ? ഇറാഖിൻ്റെ വടക്കേറ്റ മെസ്സപ്പെട്ടോമിയ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ ആദമ്യ തലമുറയുടെ സന്തതിയായ ശേത്തിൻ്റെ വംശത്തിൽ ഒരു കുഞ്ഞവിടെ കിടപ്പുണ്ട്. തേരഹിൻ്റെ മകനായ അബ്രാം. അവനെ വിളിക്കുന്നു. റഫറൻസ് ബൈബിൾ ഉൽപ്പത്തി 12:1. ഇതൊന്നും വായിക്കുന്നില്ല. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളും ഭൂമിയിലെ പൊടിയെയും കടൽക്കരയിലെ മണൽത്തരിയെ പോലെ അനുഗ്രഹിക്കുന്ന പ്രോമിസ് ഓഫ് ദ ഗോഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവെഴുത്ത് 8000 പ്രോമിസ് ഉള്ളതാ ദൈവത്തിൻ്റെ വചനം. അവനെ 1498 കിലോമീറ്റർ സ്വർഗത്തിലെ ദൈവം കടത്തിക്കൊണ്ടുവരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരാ വാഗ്ദത്ത കനാൻ. അവിടെ വരുന്നു. വിളി കേൾക്കാത്തൊരു ചെറുപ്പക്കാരനും കൂടെ കൂടി. ലോത്ത്. 2 കല്യാണം അവിടെ നടക്കുന്നു. അബ്രഹാമിനൊരു അമ്മാമയെ കിട്ടി, സാറാമ്മച്ചി. ലോത്തിൻ്റെ അമ്മാമ്മയുടെ പേര് ഗൂഗിളിലുമില്ല, അത് മൊബൈലിലുമില്ല, സ്വർഗത്തിലുമില്ല. ആ സമയത്ത് മമ്രയുടെ തോപ്പിൽ വെച്ച് സ്വർഗം പ്രത്യക്ഷനാകുമ്പോൾ
വാഗ്ദത്ത തലമുറയായി ഒരു സന്തതിയെ കൊടുക്കുന്ന പേര് ഇസഹാക്ക്. ഈ കഥ പറഞ്ഞെങ്കിലേ ഇസ്രായേലിലേക്ക് വരാൻ പറ്റൂ. ഇസഹാക്കിൻ്റെ തലമുറയായി 2 കുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്നു. അതിൻ്റെ പേര് ഒരുവൻ ഏശാവും മറ്റവൻ യാക്കോബും. ഇത് അന്തിമ നാളിൽ ഇവരെ തെറ്റി ഒന്നുകൂടെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 17 കാണുന്നുണ്ട്. ഒരു കിടക്കയിൽ 2 പേർ, അതിലൊന്നാ ഏശാവും യാക്കോബും. അതിൽ ഏശാവ് വനശാലിയും നമ്മുടെ വനവാസവും വേട്ടയൊക്കെ ആയിരുന്നു. യാക്കോബ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അന്നേ വലിയ ഉപായിയായിരുന്നു. വിഷയം എന്തു സംഭവിച്ചു? നാടൻ ഭാഷയിൽ അവൻ ഭവനവാസിയും കൂടാരവാസിയായിരുന്നു. 2 കാര്യം അവൻ ചെയ്തു. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. ഒന്ന്, ജ്യേഷ്ഠന് നല്ലൊരു പായസം കൊടുത്തു. സൺഡേ സ്കൂളുകാർക്കറിയാം, ജ്യേഷ്ഠാവകാശം അവൻ പിടിച്ചടക്കി. 2ാമത്തെ കാര്യം എന്ത് ചെയ്തു? അവൻ അപ്പൻ കണ്ണു മങ്ങിയപ്പോൾ അനുഗ്രഹവും കയ്യിലാക്കി. ആ സമയത്ത് അമ്മയ്ക്ക് പിടികിട്ടി, ഇനി ഈ ചെറുപ്പക്കാരൻ ഇവിടെ നിന്നാൽ കാര്യം കുടയും. അമ്മച്ചി പെട്ടെന്ന് ഒരു SMS വാട്സപ്പും കൊടുത്തിട്ട് പോയിരുന്നു. അമ്മാച്ചനായ ലാബാൻ്റെ വീട്ടിലേക്ക്, കരാമിനായ ലാബാൻ്റെ വീട്ടിലേക്ക് പോകണം. ഏശാവ് കാട്ടിൽ നിന്ന് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി ഒരു പകൽ മുഴുവൻ അലഞ്ഞു. അമ്മ കൊടുത്തത് ഒരു തുരുത്തി വെള്ളം, തീർന്നില്ല. അതിനുശേഷം കൊടുത്തത് ഒരു വടി. പകൽ മുഴുവൻ അലഞ്ഞ ചെറുപ്പക്കാരൻ, അവൻ്റെ വടി നഷ്ടപ്പെട്ടു, വെള്ളവും അവസാനിച്ചു. അവൻ എന്നത് ലൂസ് എന്നൊരു പട്ടണത്തിലെത്തി. ഇനി അവൻ്റെ മുൻപിലേക്കൊരു മാർഗമില്ല. അരാമ്യനായ ലാബാൻ്റെ ഭവനം എവിടെയാണെന്ന് അവൻ അറിയത്തില്ല. തിരിച്ച് ഭവനത്തിലേക്ക് എന്നാൽ ഏശാവിൻ്റെ വാള്. അന്ന് രാത്രി ഡള്ളബെഡല്ല അവൻ്റെ തലയിൽ വന്ന് ഒരു കല്ല് തലയണയായി അവൻ വെച്ചു. അന്ന് രാത്രി അവൻ സ്വർഗത്തിലേക്കൊന്ന് നോക്കുവാനിടയായി തീർന്നു. ഇന്ന് 4ാമത് രാത്രി പറയണം, സ്വർഗമുഖത്തേക്ക് നോക്കിയ കുഞ്ഞുങ്ങൾ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ബ്രദർ, സിസ്റ്റർ, ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും, കുന്നുകൾ എൻ്റെ മുമ്പിൽ നീങ്ങും, എന്നാൽ വിളിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്നെ വിട്ടുപോകയില്ല. എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീരിറങ്ങി വരുന്നു, അന്ന് രാത്രി നിനക്ക് വേണ്ടി ഉയരത്തിൻ്റെ കോവണി ഇറക്കി തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗി ഭവനത്തിനകത്ത് നിൽക്ക്. ഒരുപക്ഷെ അരാമ്യനായ ലാബാന്റെ വീട്ടിനകത്തേക്ക് ചെല്ലാൻ നിനക്ക് കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുന്ന യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് സ്വർഗത്തിന്റെ കോവണി ഇറങ്ങി വന്നതുപോലെ ഇന്ന് 4ാമത് രാത്രി ഹല്ലേലൂയ വിശ്വാസത്തോടെ ചർച്ചിനകത്ത് ഈ കൺവെൻഷനകത്ത് ഇരുന്ന് ആരാധിക്കുമ്പോൾ പറയണം, എൻ്റെ മുൻപിൽ വാതായനങ്ങളെ തുറന്നു തരുക. സ്വർഗത്തിന്റെ കോവണി ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ഇറക്കി തരും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ആര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. നിന്റെ രോഗത്തിന്റെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗം ഒരു കോവണി ഇറക്കി തരുക. നിന്റെ തലമുറകളുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കോവണി ഇറക്കി തരുക. നിന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനകത്ത് ഇന്ന് രാത്രി ഒരു കോവണി ഇറക്കി തരുക. ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ഡിസംബർ 31 എൻ്റെ കുടുംബത്തിനകത്ത് ഒരു കോവണി സ്വർഗം ഇറക്കി തരുമെന്ന് ആത്മാവിൽ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയ ഇന്ന് രാത്രി ശത്രു ഉണ്ടാക്കി വെച്ച തീ അമ്പുകളെ തകർത്ത് നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കുടുംബത്തിനകത്ത് കൊണ്ടുവരുക. സർവശക്തനായ കർത്താവ് ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ നാവിന്റെ മേൽ പെന്തക്കോസുകാർ ഒരു അധികാരം വെച്ചിട്ടുണ്ട്. എന്താ അധികാരം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. നിന്റെ തലമുറയ്ക്കെതിരെ, നിന്റെ ചർച്ചിനെതിരെ, നിന്റെ മിനിസ്ട്രിക്കെതിരെ ഇന്ന് രാത്രി പോരാടുന്ന അന്ധകാര ശക്തികൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറ, എന്റെ വശത്ത് 1000 പേര്, എന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അതൊന്നും എന്നോട് അടുത്ത് വരികയില്ല. നീ സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി സ്തുതിക്കുന്നത്, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെയാണ് നീ ഇന്ന് രാത്രി ആരാധിക്കുന്നത്. ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച മഹാദൈവം ഈ ഡിസംബർ മാസത്തിൽ ആകാശത്തിന്റെ ഓർബിറ്റിനകത്ത് അതതിന്റെ നക്ഷത്രങ്ങൾ കറക്കുന്ന ഹല്ലേലൂയ ആകാശഗംഗ ഗാലക്സിയെ ഉരുവാക്കിയ മഹാദൈവത്തെ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. വിശ്വാസത്തോടെ ഇന്ന് രാത്രി പറയണം, യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് ഒരു കോവണി ഇറങ്ങിയത് 2021 ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ ഉപവാസത്തിനകത്ത് ഒരു കോവണി ഇറക്കി തരുക. എന്റെ കണ്ണുനീരിനകത്ത് ഒരു കോവണി ഇറക്കി തരുക. എന്റെ തലമുറയുടെ വിഷയത്തിനകത്ത് give me a ladder, the Holy Spirit, പരിശുദ്ധാത്മാവ് എനിക്കൊരു വേണ്ടി ഒരു കോവണി ഇന്ന് രാത്രി ഇറക്കി തരുക. ശക്തൻ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി ജ്വലിക്കട്ടെ. ബ്രദർ, ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ വിടുതലിന്റെ താക്കോൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സിസ്റ്റർ, ശമരിയാക്കാരി സ്ത്രീയെ പലരും തള്ളിക്കളയും, എന്നാൽ അവളുടെ വാക്കുകൊണ്ട് ചിലരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി പിമ്പിലുള്ളതിനെ മറന്ന് പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുക. പരിശുദ്ധാത്മാവിന്റെ കൃപ ധരിച്ച ഒരു കൂട്ടം ഈ രാത്രി ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. പരാജയത്തിന്റെ വാക്ക് പറയരുത്.
ഇന്ന് രാത്രി സ്വർഗം എനിക്ക് വേണ്ടി വഴി തുറക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഇന്ന് രാത്രി പലരും കോവിഡ് പാൻഡമിക്കിനകത്ത് ഇതിനകത്ത് വരാതിരിക്കുമ്പോൾ, മോനെ ഇന്ന് രാത്രി നിന്നെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവമാണ്. അവൻ്റെ കരം നിന്നെ അനുഗ്രഹിക്കുക. മോളെ ഇന്ന് രാത്രി ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ്. ഇത് പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഒരു കോവണി നിന്റെ ഭവനത്തിനകത്ത് കൊണ്ടുതരുക. ലൂസിന്റെ പട്ടണത്തിൽ 6000 വാട്സില്ല, തമ്പേറില്ല, ദൈവദാസന്മാരില്ല. ഒന്നുണ്ട് മക്കള്, ഹൃദയം നുറുങ്ങിയ ഒരു ഹൃദയമുണ്ടെങ്കിൽ നിന്റെ അകത്തളത്തിലെ വേദന അറിഞ്ഞ് നിനക്കൊരു വഴിത്താരെ ഒഴുക്കുക. യാക്കോബിന്റെ കണ്ണുനീരിന് പിൻപിൽ ഒരു കോവണി ഇറങ്ങിയതുപോലെ 4ാമത് രാത്രി വിശ്വാസത്തോടെ പറ, അതെനിക്ക് വേണ്ടി സ്വർഗം പ്രൊവൈഡ് ചെയ്യും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. യാത്ര മുന്നോട്ട് പോയി. എവിടം വരെ എത്തിയെന്നറിയാമോ? അവൻ അവസാനം ലാബാൻ്റെ വീട്ടിൽ പോയി ദർശനമൊക്കെ പോയി. അവിടെ ചെന്നപ്പോൾ മൊബൈലും കിട്ടി, 3-4 പെൺപിള്ളാരെയൊക്കെ കിട്ടി. ആ സമയത്ത് 7 വർഷം യഹൂദനോടുള്ളൊരു വിവാഹമാണ്. 7 വർഷത്തിൽ ആദ്യത്തെ വിവാഹം അവന് കിട്ടി. അതാ ലേ എന്ന് പറയുന്ന സഹോദരി. അപ്പനെ കണ്ണൊക്കെ പറ്റിച്ചിട്ട് അവകാശമൊക്കെ മേടിച്ചു പോയ. അപ്പം ചെയ്ത കുറ്റത്തിന് ആരായാലും കോടതിയിൽ പോയേ പറ്റൂ. അന്ന് കോടതിയൊന്നുമില്ല. അപ്പം ഇതുവരെയും അമ്മാച്ചൻ വലിയ പുള്ളിയല്ലയോ, അമ്മാച്ചൻ എന്ന് തട്ടിച്ചൊക്കെ നിർത്തി. അവസാനം ആരെ കൊടുത്ത്? ലേയനെ കൊടുത്ത്. കണ്ണ് മങ്ങിയത്. അപ്പനെ പറ്റിച്ചപ്പം സ്വർഗത്തിലെ ദൈവം താരതമ്യേന കണ്ണ് മങ്ങിയ ലേയെ കൊടുത്തു. പിടികിട്ടിയോ? നമ്മൾ ആരെയൊക്കെ പറ്റിച്ചാലും കർത്താവിൻ്റെ ക്യാമറയുണ്ട്. സ്വോത്രം. മിണ്ടുന്നില്ല. ആ ദൈവദാസന്മാരൊന്നും മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. എല്ലാവരും വിചാരിക്കുന്ന കർത്താവിൻ്റെ ക്യാമറ നല്ല ക്യാമറയാ, എവിടെ ഇറങ്ങി വരും. തീർന്നില്ല. അതിനുശേഷം റാഖേലിനെ കൊടുത്ത്. ബിൽഹ, സിൽപ്പ, എവിടം വരെ 4 ഭാര്യമാരായി. ഇപ്പം പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഉപവാസമില്ല, ഭവനയോഗമില്ല. മൊബൈലായി, വീടായി, പിന്നെ ഇപ്പം വേണമെങ്കിൽ പറയും ഓൺലൈൻ ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. സ്വോത്രം. അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പം ഈ ദർശനം കൊടുത്ത സ്വർഗത്തിൻ്റെ സമയം വേണമല്ലോ. ഈ ലാബാൻ്റെ പിള്ളേരൊക്കെ ഇച്ചിരി മെച്ചുവറായി തേവരയിലൊക്കെ പോയി കൊച്ചി സെക്രട്ടറിലൊക്കെ പഠിച്ചപ്പോൾ അവന്മാർ MBA ഒക്കെ എടുത്തപ്പോൾ അപ്പൻ്റെ അലമാരി തുറന്നു. സ്വോത്രം. അപ്പോൾ പ്രമാണം ആരെയില്ല? യാക്കോബിൻ്റെ ഇല്ല. ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആരെയില്ല? യാക്കോബിൻ്റെ ഇല്ല. മ്യൂച്വൽ ഫണ്ട് ആരെയില്ല? എല്ലാം യാക്കോബിൻ്റെ ഇല്ല. അപ്പം പിള്ളേർ നമ്മുടെ കൊച്ചിയിലെ സഹോദരന്മാരെടുക്കുന്ന കൊച്ചു പിച്ചാത്തി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കാണിച്ച് അപ്പോഴേ യാക്കോബിന് പിടിയിട്ട് രംഗം പന്തിയല്ലെന്ന്. അതിനുശേഷം അമ്മാച്ചനായ ലാബാൻ്റെ മുഖം നോക്കിയ നമ്മുടെ കോവിഡ് വന്ന് മാസ്ക് ഇട്ടോലെ കടന്തൽ കുത്തിയോലെ ഇരിക്കുക. അപ്പം അവന് പിടികിട്ടി ഇനി രക്ഷയില്ല. എല്ലാവരെയും കൂടെ കൂട്ടി 12 മക്കളുമായിട്ട് ലാബാനെ ഈ രോമം കത്തിരിക്കാൻ പോയപ്പോൾ യാക്കോബ് എവിടേക്ക് വന്നെന്നറിയാമോ? അക്കരെ കയറാനായിട്ട് വരുക. വന്ന സ്ഥലത്തിൻ്റെ പേരാ യാബോക്കിൻ്റെ കടവ്. അന്ന് അവിടെ വലിയ ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ജനസംഖ്യയാണെന്നുള്ളത്. ഇവൻ എങ്ങനെയെങ്കിലും ബാക്കിയുള്ളവരെ കയറ്റിവിടാം, പക്ഷെ പോകാൻ പറ്റുന്നില്ല. അവിടെ നിന്നപ്പം ദൈവത്തിൻ്റെ ദൂതനിറങ്ങി ഒരു മൽപ്പിടുത്തം അങ്ങോട്ട് ആരംഭിച്ച്. അവസാനം യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അവിടെ വെച്ച് ഉൽപ്പത്തി 32, 27, 28 തൊടുന്നില്ല. സ്വർഗം അവനെ അനുഗ്രഹിച്ചു. ഒരു വ്യക്തിയിൽ ആരംഭിച്ചു, ഇസ്രായേൽ. അപ്പനിട്ട പേര് യാക്കോബ്, സ്വർഗമിട്ട പേര് ഇസ്രായേൽ. ശ്രദ്ധയോടെ ഈ കഥ കേട്ടിട്ട് ജെറുസലേമിലേക്ക് വരത്തുള്ളൂ. ഈ യാക്കോബ് ഇങ്ങോട്ട് വരുന്നു. 12 ഗോത്രങ്ങൾ. ആ സമയത്ത് സ്വർഗം ആരാന്നറിയാമോ? ഈ അരാമിനായ ലാബാൻ ദൈവവിശ്വാസി ഒന്നുമല്ല. ഇവ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗ ലാബാനോട് പറഞ്ഞു, കുഞ്ഞെ അവൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപാട് നടത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ ഒരമ്മാമ ഉണ്ടായിരുന്നു, നമ്മുടെ കൊച്ചിയിൽ അമ്മാമ്മമാരുടെ കണക്കാ. പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ടിയിരുന്ന ഒരു അമ്മാമയുണ്ട്. ആ അമ്മാമയുടെ പേര് റാഹേൽ എന്ന. അങ്ങനെ ഒരു അമ്മാമയെ പറ്റി സൺഡേ സ്കൂളിൽ പഠിക്കുന്ന ആരും കേട്ടിട്ടില്ലയോ? സന്തോഷമില്ലല്ലോ. ഇല്ല. ലാഭം വന്നപ്പോൾ അപ്പച്ചനോട് പറയണം, അപ്പച്ച വീട്ടിൽ നിന്ന് കുറച്ച് പൊന്നും വെള്ളിയൊക്കെ എടുത്തായിരുന്നു, ഇത് ദൈവനാമത്തെ അങ്ങ് കൊണ്ടുപോയിക്കോളാം. സ്വോത്രം. പക്ഷെ അമ്മാമ്മ ഈ പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ട് പിടിച്ചു. പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ട് പിടിച്ച റാഹേൽ അമ്മാമ്മ അബ്രഹാമിനാകെ പതിച്ചു കിട്ടിയ ഒരു സ്ഥലമേ ഉള്ളായിരുന്നു, മഗ്ബേല ഗുഹ. ആരും പ്രസംഗിക്കത്തില്ല, ഇതൊന്നും നമുക്ക് അനുഗ്രഹം പോരെ. അതിൻ്റെ 7 അയലത്ത് പോലും അമ്മാമ്മയെ കൊണ്ടുവരാൻ പറ്റിയില്ല. പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ടിയിരുന്ന അമ്മാമ്മ വഴിയരികെ വെച്ച് പട്ടുപോയി. മിണ്ടുന്നില്ല ദൈവദാസന്മാർ. സ്വോത്രം. ഇന്ന് രാത്രി അനുഗ്രഹം വേണം, വീട് കിട്ടണം, കാറ് കിട്ടണം, എല്ലാം ശരിയാ. പക്ഷേ പാരമ്പര്യത്തിൻ്റെ ചാക്ക് കെട്ട് നീ കയ്യിൽ വച്ചാൽ
ആശിച്ച ദേശത്ത് നീ എത്തത്തില്ല. സ്തോത്രം. തക്ക സമയത്ത് അത് വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിലുള്ള രക്ഷയെ ആരെങ്കിലും പ്രാപിച്ചാൽ മിണ്ടുന്നില്ല. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ. ബാക്കിയെങ്കിലും പറ സ്തോത്രം. ഇല്ലേ ബൈബിൾ ക്ലാസ് എടുക്കാം. സ്തോത്രം. അതുകൊണ്ടായി പാരമ്പര്യത്തിൻ്റെ ജാക്ക് കെട്ടി കടിച്ചു തൂങ്ങിയിരിക്കുന്ന അമ്മാമ്മമാരെ വിടാനുള്ളതെല്ലാം അന്ത്യകാലത്ത് വിട്ടോണം. ഇല്ല നിത്യത കാണത്തില്ല. ഇവിടെ പലയിടത്തും പേര് കാണും, പക്ഷെ അവിടെ പേരില്ലാതെ വല്ല കാര്യമുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ ഏശാവിനോടും പറഞ്ഞു, അവൻ മടങ്ങി യാക്കോബിൻ്റെ തലമുറകളായി വീണ്ടും കുഞ്ഞുങ്ങൾ. നിങ്ങൾക്കേവർക്കും അറിയാം, അതിനകത്ത് യോസഫ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആള് നല്ലവനാ. പക്ഷേ കുഴപ്പം എന്തുവാ, ഈ ചേട്ടന്മാരെന്നോണെ എല്ലാം ചെന്ന് അപ്പച്ചനോട് പറയും. ഇതായിരുന്നു അവൻ്റെ കുഴപ്പം. അതുകൊണ്ടാണ് വല്യപ്പച്ചൻ്റെ ഒരു നിലയങ്കിയൊക്കെ കിട്ടിയത്. പിന്നെ എന്തോ ഇത് യോസഫ് ശേക്കേമിൽ ആട് മേയ്ക്കാൻ പോയി. ചേട്ടന്മാർ വിവരം അറിയാം ഈ ചെറുപ്പക്കാരനെ വിട്ട്. കൂടെ നിന്നപ്പോഴേ ചേട്ടന്മാർ പറഞ്ഞു ദർശനക്കാരൻ വരുന്നെന്ന് പറഞ്ഞു. അവസാനം എന്തോ ഇത് പൊട്ടക്കിണറ്റിനകത്തോട്ട് സഹോദരൻ യോസഫിനെ വലിച്ചിട്ടു. തീർന്നില്ല. വലിച്ചിട്ട യോസഫ് എന്തോ ചെയ്തു. പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത എന്തുവാണെന്നറിയാമോ? നല്ല സാധനം വല്ലവരും ഇടുവോ? വല്ല പാമ്പോ ചേരയോ ചെരുപ്പിൻ്റെ വാറോ ഒക്കെ ഇടുക. അവിടെ ഒരുത്തനെ ഇട്ടേക്കുന്ന. സ്തോത്രം. പക്ഷേ അവൻ്റെ പിൻപിൽ ഒരു വാഗ്ദത്തമുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി വാഗ്ദത്തമുള്ളവൻ ഒരന്ധ തമസിനകത്ത് കിടന്നാലും സർവശക്തൻ്റെ കരം അവന് വേണ്ടി ഇറങ്ങി വരും. ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നീ തകരാൻ ദൈവം അനുവദിക്കുകയില്ല. നീ പതറാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രതികൂലമുണ്ട്. സ്തോത്രം. അതിനുശേഷം എന്താ എന്നറിയാമോ? അവനെ മിദ്യാന്യ കച്ചവടക്കാർ, ഇസ്മായിലെ കച്ചവടക്കാർ ചന്തയിൽ ഉടുപ്പ് മാറ്റിയിട്ട് വിറ്റു. അവിടുന്ന് രക്ഷയില്ല. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ ചെന്ന് പുള്ളിക്കാരൻ വീണു. അവിടുന്ന് അമ്മാമ എന്തായാലും ഒരു കെണി ഒപ്പിച്ച് അതിനകത്ത് പുള്ളിക്കാരൻ മതിലയാടി ചെയ്യാത്ത കുറ്റത്തിന് കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നു. സ്തോത്രം. കണ്ടോ? ഈ കൊച്ചു പാസ്റ്റർമാരും മനസ്സിലാക്കണം. ചില പാസ്റ്റർമാരെ പറ്റി സെൻട്രച്ചാൻ്റെ ചെവിയിലൊക്കെ ചെന്ന് പലതും പറഞ്ഞു കൊടുക്കും. സ്തോത്രം. കുറേ കുഴപ്പം വരുന്നെന്ന് മനസ്സിലാക്കണം. ഇതാ യോസഫിനും പറ്റിയത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദയവ് ചെയ്ത് ഇതിനകത്ത് നിൽക്കരുത്. നിന്നാ യോസഫ് കടന്നതുപോലെ യോസഫിന് വേറെ ഒരു കുഴപ്പമില്ലായിരുന്നു. ചെവി കടിച്ചു പറിക്കുന്ന ഒരു ദോഷമുള്ളായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് ചെയ്യാത്ത കുറ്റത്തിന് പാപം കാരാഗ്രഹത്തിൽ കിടന്ന് 2 പേരെ അവിടെ എത്തിച്ച് എന്തായാലും ദർശനമൊക്കെ പറഞ്ഞ്, ഇന്ന് രാത്രി പൊട്ട കിണറുകൊണ്ട് നീ അസ്തമിക്കത്തില്ല. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവൻ കച്ചവടക്കാരുടെ ചന്തയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാലും നീ തകരത്തില്ല. പാപമേൽക്കാതെ വിശുദ്ധ ജീവിതത്തെ നയിച്ച് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിനകത്ത് മതിൽ ചാടി ഒരുപക്ഷെ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും അവൻ്റെ പിൻപിൽ വയലിലെ കച്ചയുടെ ഒരു ദർശനമുണ്ട്. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ബ്രദർ, സിസ്റ്റർ, നിന്റെ കണ്ണുനീരിനൊരു മറുപടി വെച്ചിട്ടുണ്ട്. ആരൊക്കെ ചവിട്ടി താഴ്ത്തി കിണറ്റിനകത്തിട്ടാൽ, മാറി മാറി ചന്തയ്ക്കകത്ത് വിറ്റുപറക്കിയാൽ, പൊത്തിപ്പേറിൻ്റെ ഭവനം നിന്റെ മുൻപിൽ തുറന്നിരുന്നാൽ, കാരാഗ്രഹത്തിനകത്ത് പട്ടിണിക്കഞ്ഞ് കുടിച്ചാൽ, ഇന്ന് രാത്രി പറയണം, എന്റെ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ പറവോന്റെ കൊട്ടാരത്തിനകത്ത് എനിക്ക് വേണ്ടി ഒരു കസേര ഒരുക്കുക സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം മനസ്സിലാക്കുന്നു? നിന്റെ വിചാരമല്ല സഹോദരി, ദൈവത്തിന്റെ വിചാരം. ബ്രദർ, നിന്റെ വഴിയല്ല, ദൈവത്തിന്റെ വഴി. ഇന്ന് രാത്രി വിളിച്ചു പറ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക. യോസഫിന്റെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ എന്റെ കഷ്ടതയുടെ നടുവിൽ അവന്റെ ബലമുള്ള കൈക്കീഴ് ഞാൻ താഴ്മയോടെ ഇരുന്ന് കോവിഡിന്റെ പാണ്ഡവിക്കിനകത്ത് എന്നെ ഉയർത്തുക. ഇന്ന് രാത്രി ബലമുള്ള കരം ചലിക്കുന്ന രാത്രിയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. പുള്ളിക്കാരൻ എവിടെ ചെന്നു? മിസ്രൈമിൽ ചെന്നു. പുള്ളി ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായി. ആ സമയത്ത് നമ്മുടെ ഇസ്രായേലിൽ എന്തു പറ്റി? കനാനിൽ ഭക്ഷണമില്ല. ചേട്ടന്മാരെല്ലാം കൂടെ ചാക്കുമായിട്ടൊക്കെ അവിടെ വന്ന് കണ്ട സമയത്ത് നമ്മുടെ യോസഫ് എന്തോ ചെയ്തു? എല്ലാം വലിച്ച് സന്തോഷത്തോടെ ഇട്ട് കൊടുത്തു. ചേട്ടന്മാർ കൊണ്ടുപോയി. ഇതൊരു നിഴലാ. ചേട്ടന്മാരെയൊക്കെ കാര്യം അറിഞ്ഞപ്പോൾ യോസഫ് എന്തോ ഇതെന്നറിയാമോ? അപ്പച്ചൻ ബാക്കി കുഞ്ഞുങ്ങൾ 70 പേർക്ക് ഇസ്രായേലിലേക്ക് വിസ കൊടുത്തു. വചനം പഠിക്കണം. ചെമ്മണ്ണ് നിറഞ്ഞ വീതിക്കകത്ത് മിസ്രൈമിൻ്റെ രഥങ്ങൾ ഇറങ്ങി അപ്പനെയും 70 പേരെ വിസയായിട്ട് അവിടെ കൊണ്ടുപോയി മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഈ ജനം അവിടെ പടർന്നു 30 ലക്ഷം പേരായി. ഇവർ യഹൂദ ജാതിയായി മാറുകയാണ്. ഒരുവനിൽ തുടങ്ങി ഇവരൊരു ജാതിയായി. മനസ്സിലാക്കണം, ഇവർ 30 ലക്ഷം പേരിലധികമായപ്പോൾ 10 ഈജിപ്തുകാരനെ ഒരേ യഹൂദൻ കൈകാര്യം ചെയ്യും. അത്ര ബലപ്പെട്ട ആൾക്കാരായി അവർ. പറവോന് കിട്ടി, ഇനി അവരെ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല. അന്ന് പറവോനൊരു കൽപ്പന കൊടുത്തു. എബ്രായ കുടിലില്
ആൺകുഞ്ഞുങ്ങളെ എല്ലാം തട്ടി നൈൽ നദിക്ക് ഇട്ടേക്കണം. അങ്ങനെ വല്ല കേട്ടത് വല്ലവരും ഉണ്ടോ? സ്തോത്രം. ഇവർ പെരുകുന്ന കണ്ടതോടുകൂടിയ ഫറവോൻ ഈ കൽപ്പന കൊടുത്തത്. ആ സമയം ഫറവോൻ്റെ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറ് ഏറ്റ് ഒരുമാതിരി സ്ഥലത്ത് ഇങ്ങനെ കരഞ്ഞു നിലവിളിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കരം അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നു. ഇസ്രായേലിനോട് ദൈവം പറയുന്നു, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിന്റെ നിലവിളി ഞാൻ കേട്ടു, നിന്നെ ഞാൻ അവിടുന്ന് പുറപ്പെടുവിക്കും. ഇന്ന് രാത്രി, 4ാമത് രാത്രി, 24 മണിക്കൂർ നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു സ്വർഗമുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും നിനക്ക് വേണ്ടിയിരിക്കുന്ന സ്വർഗീയ കവാടം ഇന്ന് രാത്രി തുറന്നിട്ടുണ്ട്. 365 ഡേയ്സ് നിന്റെ നിലവിളിക്ക് വേണ്ടി സ്വർഗം തുറന്നു വരും. മോശ ദൈവജനത്തോട് എന്ത് പറഞ്ഞു? തുടങ്ങാം വചനം. പുറപ്പാട് പുസ്തകം അതിൻ്റെ പുറപ്പാടിൻ്റെ 13-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം, 1-ാമത്തെ ഇസ്രായേലിന്റെ പുറപ്പാട്. വായിച്ചാട്ട് മക്കളെ, പുറപ്പാട് 13:3 വായിക്കാം. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ അടിമ വീടായ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ഈ ദിവസത്തെ ഓർത്തുകൊള്ളുവീൻ. അടുത്ത വാക്ക്, യഹോവ ബലമുള്ള കൈകൊണ്ട് നിങ്ങളെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. മതി. അപ്പൊ ആരാ പുറപ്പെടുവിച്ചത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവർക്ക് അനുകൂലമായിരുന്നു. ഇന്ന് രാത്രി, 4ാമത് രാത്രി പറയണം, എൻ്റെ അടിമത്തത്തെ തകർത്ത് പുറപ്പെടുവിച്ച് കൊണ്ടുവരുക. സർവശക്തന്റെ കരം എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് രാത്രി കുടുംബത്തിൽ അടിമത്തം, ഭർത്താവിൽ അടിമത്തം, ഭാര്യയിൽ അടിമത്തം, ജോലിയിൽ അടിമത്തത്തെ പൊട്ടിക്കുക. ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയണം, എന്ന് ഫറവോന്റെ കട്ടക്കളത്തിനകത്ത് ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാറേറ്റ് വാഗ്ദത്ത ജനം കടക്കാതെ അവരെ പുറപ്പെടുവിക്കുവാൻ മോശയുടെ നേതൃത്വത്തിൽ ഒരു വിമോചകനെ സ്വർഗം അയച്ച് അവരെ പുറപ്പെടുവിക്കാൻ സർവശക്തന്റെ കരമിറങ്ങിയത് 2021 ഡിസംബർ മാസത്തിൽ പറയണം, എന്റെ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ആ കരമിറങ്ങി വരും, എന്റെ കണ്ണുനീരിന്റെ വിഷയത്തിൽ ആ കരമിറങ്ങി വരും, എന്റെ ഭാരമുള്ള വിഷയത്തിൽ ആ കരമിറങ്ങി വരും. ഇല്ല, ഞാൻ അടിമയല്ല, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വരുത്തുക. ഇന്ന് രാത്രി സർവശക്തന്റെ കരം എനിക്ക് വേണ്ടി ചലിക്കും. 1ാമത് അവന്റെ കരം നീട്ടുന്നു. യാക്കോബിൽ തുടങ്ങി യോസഫിന്റെ നേതൃത്വത്തിൽ ഒരു ജാതിയായി മോശയാൽ അവർ ഇവിടേക്ക് വരുന്നു. വാഗ്ദത്ത കനാനിലേക്ക് ചെങ്കടൽ കടന്നു. അവരെവിടത്തേക്ക് പ്രവേശിച്ചു? മാതൃ കനാനിലേക്ക് പ്രവേശിച്ചു. രാജ്യമായില്ല. ശ്രദ്ധയോടെ ഇരിക്കണം. ഒരു വ്യക്തി യാക്കോബ് മിസ്രൈം പ്രവാസത്തിനകത്ത് അവർ ഒരു ജാതിയായി തിരിച്ചവർ മടങ്ങി വരുമ്പോൾ ഇസ്രയേലിനകത്തോട്ട് രാജകീയ ഭരണം തുടങ്ങുവാൻ തുടങ്ങി. 1ാമത്തെ രാജാവായി ഇസ്രയേലിനകത്ത് ശൗൽ രാജാവായി. അവൻ 30ാമത്തെ വയസ്സിൽ കഴുതെ അന്വേഷിച്ച് പോയവൻ ഇസ്രയേലിന്റെ രാജാവായി. 70ാമത്തെ വയസ്സിൽ ഗിൽബോറായിൽ തീർന്നു. 2 കാട്ടിനകത്ത് കരമടിച്ചു കൊണ്ടിരുന്ന ദാവീദിന് സ്വർഗത്തിലെ ദൈവം 2ാമത്തെ രാജാവാക്കി. 30 മുതൽ 70 വയസ്സ്. അതിനുശേഷം അവന്റെ തലമുറയായി മറ്റൊരുവൻ വന്നു. ആ മറ്റൊരുവന്റെ പേര് സോളമൻ അഥവാ ശലോമോൻ. 20 തുടങ്ങി അവന്റെ ഭരണം. അവനും അവസാനിച്ചു. ശലോമോന് ശേഷം അവന്റെ സന്തതിയെ രഹോബയമിന്റെ കാലത്ത് ഈ രാജ്യം 2ആയി ഡിവൈഡായി. 1 ഇസ്രയേൽ, 2 യഹൂദിയ. ഇസ്രയേലിന്റെ തലസ്ഥാനം ശമരിയ, യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. ഇതിലേക്ക് വരാൻ വേണ്ടിയ ഈ കറക്കം ഞാൻ കറങ്ങിയത്. അങ്ങനെയെങ്കിൽ 350 വർഷം 2 ഭരണമായി യഹൂദിയും ഇസ്രായേലും മാറി. ഇസ്രായേലിൽ 9 ഗോത്രവും യഹൂദിയായിൽ 3 ഗോത്രവും. 21 രാജാക്കന്മാർ യഹൂദിയെ ഭരിച്ചു. ഇസ്രായേലിലെ 19 രാജാക്കന്മാർ ഭരിക്കുമ്പോൾ BC 606 നെബൂഖദ്നേസറിന്റെ ആക്രമണം ഇസ്രായേലിനെതിരെ. ദാവീദ് രാജാവിന്റെ കൊച്ചുമകനായ യഹോവയാക്കീമിന്റെ കസേരയെ അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്വങ്ങൾ ഇസ്രായേലിലേക്ക് മാറുന്നു. അവരെ മുഴുവൻ തകർത്ത് കളഞ്ഞു. പുതിയ നിയമത്തിലേക്ക് അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14. 42 വർഷത്തിന്റെ 42 കുടുംബങ്ങൾ അഥവാ 42 വംശപാരമ്പര്യത്തിന്റെ വംശാവലി വരുമ്പോൾ 1ാമത്തത് ബാബേലും, 2ാമത്തത് മേദ്യപാർസിയും, 3 ഗ്രീസും, 4ാമത്തത് റോം. 5ാമത്തെ സാമ്രാജ്യം വരുന്നതിന് തൊട്ട് മുമ്പ് റോമാ സാമ്രാജ്യത്തിന്റെ അധീനതത്തിൽ പാപം നിറഞ്ഞ യഹൂദന്, പാപം
പാപം നിറഞ്ഞ ലോക ജനതയ്ക്കും വേണ്ടി ഒരു രക്ഷകൻ വരണം. അതാ ഗബ്രിയേൽ മാലാഖ മറിയോട് പറഞ്ഞു, ഓ സ്ത്രീയുടെ സന്തതിയായി ഒരു പുരുഷപ്രജ ഉൽപ്പത്തി മുതൽ തുടങ്ങുന്നത് കാണുന്ന കൃപ ലഭിച്ച മറിയമേ, നിനക്ക് വന്ദനം. പരിശുദ്ധാത്മാവിനാൽ ഒരു പ്രജ നിനക്ക് ലഭിക്കും. നീ വാഴ്ത്തപ്പെട്ടവർ. അത് മാത്രമല്ല, ഇമ്മാനുവൽ, യേശു എന്ന് പേർ വിളിക്കും. അവൻ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ആരെങ്കിലും വിളിച്ചോ? ഇല്ല. ഗദരദേശത്ത് കല്ലറ കിടന്നപ്പോൾ ഒരു പിശാചി വിളിച്ചു, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ. പെന്തിക്കോസുകാരും വിളിച്ചില്ല. തീർന്നില്ല. വാഗ്ദത്തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോൾ അവസാന ഒരു വാഗ്ദത്തമുണ്ട്. അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം സ്വർഗം അവന് കൊടുക്ക്. അതിലേക്കാണ് ഇന്ന് രാത്രി വചനം കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിനകത്ത്, റോമിന്റെ കാലഘട്ടത്തിനകത്ത് AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവറിയിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിക്കുമ്പോൾ ഒരു കൂടിനകത്ത് ബറവാസ്, ഒരു കൂടിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവ്. യഹൂദ പരീക്ഷകൾ നിലവിളിച്ചൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. ആ പീലാത്തോസ് പറഞ്ഞു, കുഞ്ഞെ അവനിൽ യാതൊരു കുറ്റവുമില്ല, അങ്ങ് വിട്ടേക്കാം, ആ ബറബാസിനെ തൂക്കിക്കോളാം. അവര് പറഞ്ഞു വേണ്ട. മത്തായി 27-25 അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. അതിന്റെ ശാപമാ ആഫ്രിക്കയിലെ നൈജീരിയ മുതൽ കൊച്ചി മട്ടാഞ്ചേരി വരെ ലോകത്തിന്റെ 7 വൻകരകളിൽ അവർ ചിതറി. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിയാൽ പാലും തേനും ഒഴുകേണ്ട കനാൻ ദേശത്ത് വസിക്കേണ്ട ജനം ദൈവത്തിന്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട്, ജാതീയ വിഗ്രഹങ്ങളുടെ മുൻപിൽ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവരെ വെട്ടിക്കളഞ്ഞു. ഇന്ന് രാത്രി ദൈവസഭകൾ മടങ്ങി വരട്ടെ, ദൈവ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. അനുഗ്രഹം വർദ്ധിക്കും, ഭവനം കിട്ടും, കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പക്ഷേ ദൈവത്തിന്റെ ആരാധന വിട്ട്, പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് നീ മറുതലിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ കയ്യിൽ ഒരു ആയുധപ്പര ഉണ്ട് മക്കളെ. അനുഗ്രഹം മാത്രമല്ല, മറുതലിക്കുന്നവനെ വെട്ടുവാ. സ്വന്തം ജാതിയെ പോലും വെട്ടി കൊച്ചി മട്ടാഞ്ചേരി വരെ ചിതറിച്ചങ്ങ് ഇന്ന് രാത്രി മടങ്ങി വാ. പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഈ കോവിഡിന്റെ കാലത്ത് കൊച്ചി പട്ടണത്തിൽ എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി വിളിച്ചു പറ. ന്യൂസ് 18 18 ക്ലബ്ബ്, സൈജു തങ്കച്ചനും മാവുങ്കലും ഒക്കെ ക്രിസ്ത്യാനിയുടെ പേര് പറഞ്ഞ് യേശുവിന്റെ പേരിനകത്ത് ചേർത്തവമാ. ഇന്ന് രാത്രി പാപം ചെയ്യുമ്പോൾ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയണം, തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവമേ ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞ കോവിഡ് കാലത്ത് പണ്ടത്തെ പോലെ ഒരു ശുഭകാലം തരുവാ ഞാൻ ആരാധിക്കുന്ന ദൈവശക്തൻ. സ്തോത്രം. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞത്, കൊച്ചിയിലെ സംഭവം മാത്രം പോരെ. എഫേസ്യർ പറഞ്ഞിട്ടില്ലേ, ഇത് ദുഷ്കാലമാകയാൽ പാസ്റ്റർമാരും മിണ്ടുന്നില്ല. സ്തോത്രം. മിണ്ടുന്നില്ല, സ്വോത്രം വരുന്നില്ല. ഇതൊക്കെ ആ സോദോമിൻ്റെ പാപം. പകുതി ശ്വാസം പോയി. ഇതറിഞ്ഞിരുന്നേ മരണാനന്തര ന്യായവിധി പ്രസംഗിച്ചതിന് എന്തൊരു സന്തോഷമായിരുന്നേനെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ കണ്ടില്ലേ, ഇതാ സോദോമിൻ്റെ പാപം. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അവർ 5 വൻകരകളിൽ ചിതറി. AD 57 മുതൽ AD 135 ഒരു കുപ്പിപ്പാത്രം പൊട്ടി ചിതറുന്നത് പോലെ അവർ ചിതറി. കഴിക്കാനില്ല, കുടിക്കാനില്ല, ഒന്നുമില്ല. ആ കാലഘട്ടത്തിൽ 1897 തിയോഡർ ഹെർസന്റെ നേതൃത്വത്തിൽ സിയോൺ സംഘം രൂപീകരിച്ചൊരു പ്രാർത്ഥന തുടങ്ങി മടങ്ങി വരാൻ വേണ്ടി. അന്ന് സ്വർഗത്തിലെ ദൈവം 1910 ഒരു പ്രശ്നത്തിൽ കൂടെ 14 മുതൽ 17 വരെ ഒരു യുദ്ധം പുറപ്പെടുവിച്ചു. 1ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ. അതാ യേശു ഒലിമലയിൽ നിൽക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരോ അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. എൻ്റെ നാഥൻ പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കണം. ഇന്ന് രാത്രി 1917 5.5 ലക്ഷം പേർ മരിച്ചപ്പോൾ അന്ന് ആർക്കാ? ചിയാം വൈസ്മാന്, ഡേവിഡ് അലൻബിയും ആർതർ ബാൽഫോർഡും കൂടെ തുർക്കിയുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്തിരിക്കുന്ന ഇന്നത്തെ കനാനിൽ ഒരു ചെടി കുഴിച്ചു വെക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഇതിൻ്റെ മലയാളമാ ആർതർ ബാൽഫോർഡ് വിളംബരം, അല്ലെങ്കിൽ ഡിക്ലറേഷൻ. ആർതർ ബാൽഫോർഡ് 1900 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. 1917 ഒരു പ്രത്യേകതയുണ്ട്. അന്ന് ഇവിടെ ഒരു മാറാവ്യാധി ആഞ്ഞടിച്ചു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. അങ്ങനെ കേട്ടവർ വല്ലവരുണ്ടോന്ന് കൈ ഉയർത്തിയാട്ടെ. സന്തോഷമില്ലല്ലോ, പഠിക്കുന്ന ആരും ഇല്ലയോ? നിങ്ങളുടെ പടം ഞാൻ എടുക്കത്തില്ല, വിഷമിക്കേ വേണ്ട. സ്വോത്രം. അത് ഗുഡ് ന്യൂസ് എടുത്തോളം, വിഷമിക്കണ്ട. അതുകൊണ്ട് കൈ ഉയർത്തിയോണ്ട് പ്രശ്നമില്ല. 1917 3 സംഭവങ്ങൾ നടന്നു. 1, 1917 രാജ്യം കിട്ടിയില്ല, അത്തിച്ചെടി കുഴിച്ചു വെച്ചു. 2, അന്നാണ് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. സാർ ചക്രവർത്തിമാരെ അട്ടിമറിച്ചുകൊണ്ട് മഹാനായ കാറൽ മാർക്സും ഒരു യഹൂദൻ
കൂടെ ഫ്രെഡി ഏംഗൽസും ചേർന്ന് സർവ്വലോക തൊഴിലാളികളെ സംഘടിച്ചു ശക്തരാകുവിൻ. നമുക്ക് കിട്ടാനുള്ളത് കുറേ ജയിൽ, പക്ഷെ നല്ലൊരു ലോകം വരും. അതാണ് ഈ കമ്മ്യൂണിസം. ഇവിടുത്തെ പോലും അറിയുമെന്ന് അറിയത്തില്ല ഈ സംഭവം. സ്വത്രം അന്ന് മഹാവ്യാധി 3 സംഭവം ഒരേ സമയം ലോകത്തിൽ നടന്നു. അന്ത്യകാലം, രാജ്യം കിട്ടിയില്ലേ. രണ്ടാമത് വീണ്ടും 5 വൻകരകളിൽ ചിതറിയ ഇസ്രായേൽ വീണ്ടും മടങ്ങി വരണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം രണ്ടാമതൊരു യുദ്ധം അയച്ചു. 1-ാം ലോക മഹായുദ്ധത്തിൽ 5.5 കോടി പേർ മരിച്ചപ്പോൾ അന്ന് അവരെഴുതി ഇനി ഒരു യുദ്ധം വേണ്ട. അന്നൊരു സംഘടന വന്നു. അതിൻ്റെ പേരാ ലീഗ് ഓഫ് നേഷൻസ്, സർവ്വ രാഷ്ട്ര സംഘടന. തീർന്നില്ല. 2-ാം ലോക മഹായുദ്ധം ഹാരിയസ് ട്രൂമാന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ചിയാം വൈസ്മാൻ ആറ്റം ബോംബ് പൊട്ടിച്ചു. ശ്രദ്ധയോടെ. അതാ ഹിരോഷിമ, നാഗസാക്കി. 5.5 കോടി പേർ അന്ന് മരിച്ചു. അന്ന് യഹൂദനോടുള്ള പ്രോമിസ് നിറവേറുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് വേണ്ടി രണ്ടാമതും കരം നീട്ടി. വായിക്കാം. യെശയ്യാ പ്രവചനം 11:12 വാക്യങ്ങൾ അക്കമിട്ട് പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. അല്ലാതെ അവസാനം കഥ കഴിഞ്ഞിട്ട് രാമൻ സീതയുടെ ആരാന്ന് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഈ ദൈവദാസനെ കൊണ്ട് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ വായിപ്പിക്കുന്നത്. യെശയ്യാ പ്രവചനം 11:12 വാക്യങ്ങൾ വായിച്ചോട്ടെ മക്കളെ. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശ്ശൂരിൽ നിന്നും, അശൂർ എന്ന് പറയുന്നത് സിറിയ, അടുത്തത് മിസ്രൈമിൽ നിന്നും, ഈജിപ്തിൽ നിന്ന്, അടുത്തത് പത്രോസിൽ നിന്നും അഥവാ യൂറോപ്പിന്റെ ഭാഗങ്ങൾ, അടുത്തത് കൂശിൽ നിന്നും, എത്യോപ്യയിൽ നിന്ന്, ഏലാമിൽ നിന്നും, ഏലാം ഇറാഖിനോട് ചേർന്ന ഭാഗം, അടുത്തത് ഷിനാരിൽ നിന്നും, ഇറാഖിൽ നിന്ന്, ഹമാത്തിൽ നിന്നും, ഹമാത്ത് മസ്കറ്റിൽ നിന്ന്, അടുത്തത് സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും, കൊച്ചി മട്ടാഞ്ചേരി വരെ കാണുന്ന സമുദ്ര ദ്വീപുകൾ. ആ കുഞ്ഞുങ്ങളെ ഈ പ്രവചനം ഇന്ന് രാത്രി ആകാശം മാറും, ഭൂമി മാറും. ദൈവത്തിന്റെ വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇസ്രായേലിനെ തിരിച്ചു കൊണ്ടുവരുന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ കുഞ്ഞെ. അടുത്തത് വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യവും കരമുയർത്തി പറഞ്ഞാട്ടെ. ആദ്യം യോസഫിന്റെ നേതൃത്വത്തിൽ മിസ്രൈം ജനത്തിന്റെ നടുവിൽ 30 ലക്ഷത്തിൽ പരം യഹൂദന്മാരെ ദൈവം കാത്തെങ്കിൽ ഫറവോന്റെ നേർക്ക് സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നപ്പോൾ ആഴമേറിയ ചെങ്കടലിനെ വിഭജിച്ചുകൊണ്ട് അവരെ വാഗ്ദത്ത കനാനിൽ കൊണ്ടുവന്നതുപോലെ സർവശക്തനായ സ്വർഗത്തിന്റെ കരം യഹൂദന് വേണ്ടി രണ്ടാമത് നീട്ടും. ക്ലിയർ. അടുത്തത് അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി. അതായില്ലോ ഇസ്രായേൽ, എ ഗ്രേറ്റ് ബാനർ ഫോർ ആൾ നേഷൻസ്. അവനില്ലാത്ത വല്ല കാര്യമുണ്ടോ? മിണ്ടുന്നില്ലല്ലോ സഹോദരന്മാരാരും. അയ്യോ, നെടുമ്പാശ്ശേരി ആ എയർപോർട്ട് പ്ലെയിൻ ഇറങ്ങുന്ന ആരുടെ ടെക്നോളജിയാ? പൊന്നമ്മാമി അവറാച്ചാൻ്റെ ടെക്നോളജിയാന്ന്. കഷ്ടം. രാത്രി കാക്ക ഇറങ്ങുന്നോലില്ലയോ ഈ കൊച്ചി എയർപോർട്ട് ഇരച്ചിറങ്ങുന്ന സ്വോത്രം. റഡാർ കൺട്രോൾ ചെയ്യുന്ന ആരാ? ഇസ്രായേലിലെ പെഗാസസ് ചോർത്തിക്കൊടുത്ത NSOയുടെ ജൂനിയറാ നിങ്ങളുടെ കൊച്ചി എയർപോർട്ടിൽ കറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഓർത്താൽ മതി. എ ഗ്രേറ്റ് ബാനർ ഫോർ ഓൾ നേഷൻസ്. മിണ്ടുന്നില്ല. സ്വോത്രം ഇല്ല. സ്വോത്രം. അന്ത്യകാലത്ത് അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ച് കൂട്ടുകയും ചെയ്യും. മതി. തെക്ക് നിന്നും കിഴക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തൻ്റെ ജനത്തെ കൂട്ടിവരുത്തും. 2-ാം ലോക മഹായുദ്ധം. ക്ലിയറായോ ബൈബിളും പ്രവചനവും? ഇപ്പൊ ക്ലിയറായോ? ഒന്നാമത് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന്, രണ്ടാമത് ചിതറിപ്പോയ യഹൂദന് വേണ്ടി രണ്ടാമതും കൊച്ചി മട്ടാഞ്ചേരി വരെ അവന്റെ കരം നീണ്ടുവരും. അവരെ സ്വന്തം ദേശത്തേക്ക് മടക്കി വരുത്തും. 2-ാം ലോക മഹായുദ്ധം കഴിഞ്ഞു. 5.5 കോടി പേർ മരിച്ചു. ഹാരിയസ് ട്രൂമാൻ എന്തോ പറഞ്ഞെന്നറിയാമോ? ക്ലിയറായിട്ട് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് വേണം? അന്ന് ടിക്കോ ബർമി പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം വേണം. അയ്യോ, അത് തരാൻ പറ്റ 22 മുസ്ലിം രാഷ്ട്രങ്ങളുടെ നടുവിൽ യഹൂദൻ ചിതറിപ്പോയപ്പോൾ എന്തുവാ സംഭവം എന്നറിയാമോ? കാറ്റിലെ മൂങ്ങയും കുറുക്കൻ ഓലിയിടുന്നു, അറബി ഒട്ടകത്തെ ഓടിക്കുന്നു, ഒരു രക്ഷയുമില്ലാതെ കിടക്കുന്ന ഒരു സ്ഥലം. അവർ പറഞ്ഞ് അവിടെ തന്നെ ശരിയാവിയല്ല. നയാഗ്ര തര, അറ്റ്ലാന്റിക് തര, അത് കഴിഞ്ഞിട്ട് യൂറോപ്പ് തര, അല്ലെ ഗൾഫിന്റെ ഒരു ഭാഗം തര. യഹൂദൻ പറഞ്ഞ അതൊന്നും വേണ്ട, ഞങ്ങളുടെ പിതാക്കന്മാർ കാൽ ചവിട്ടിയ ദേശം ഞങ്ങൾക്ക് വേണം. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ ദൈവം മടക്കി വരുത്ത്. ഞാൻ സെക്കരിയാവിലേക്ക് യാത്ര ചെയ്യാൻ പോവാ. ബൈബിളിൽ അകത്തുണ്ട്
ഉണ്ടോ എവർ മടങ്ങി വരുമെന്ന്. 1945 രണ്ടാം ലോക മഹായുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ കെ ഇ എബ്രഹാം അവർ തിരുവല്ല വാരിക്കാട്ട് ഒരു പ്രസംഗം നടത്തി, യെഹെസ്കേൽ പ്രവചനം. അതെടുത്തിട്ട് അപ്പച്ചൻ വിളിച്ചു പറഞ്ഞു ഇസ്രായേൽ മടങ്ങി വരുമെന്ന്. അന്ന് നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ഈ പ്രസംഗിക്കുന്ന ഈ അച്ചായന് തലയ്ക്ക് ലെവലില്ലെന്ന്. സ്വോത്രം. പുള്ളി അവിടെ ബൈബിൾ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്നത് സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനമാ. ഒന്നാമത് അവരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് സ്വർഗത്തിലെ ദൈവം മടക്കി കൊണ്ടുവരും. അങ്ങനെ ഒരു പ്രവചനമാ അപ്പച്ചായൻ പ്രസംഗിച്ചത്. എടുത്ത വാക്യം ഏതാണെന്നറിയാമോ? ഇന്നേക്ക് 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്ത് എസക്കേൽ എന്ന് പറയുന്ന പുരോഹിതൻ ഒന്നും കാണാതെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു അവർ മടങ്ങി വരും. ബൈബിളിൽ ഉണ്ടോ ഇസ്രായേൽ മടങ്ങി വരും? യെഹെസ്കേൽ പ്രവചനം 11:17 മൂന്നാമത്തെ വാക്യം. യെഹെസ്കേൽ 11:17 വായിച്ചാട്ട് ദൈവദാസൻ. യെഹെസ്കേൽ 11:17. യെഹെസ്കേൽ പ്രവചനം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. അന്നാളിൽ യഹോവ ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്ന് ശേഖരിച്ച്. അടുത്ത പ്രവചനം. നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന്, കൊച്ചി വരെ നീണ്ടുവന്ന കൈ, രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. എന്നാ സംഭവം? 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ 6 കാലുള്ള വെള്ളപ്പതാക ഉയർത്തിക്കൊണ്ട് എന്താ പറഞ്ഞത്? ഞങ്ങൾ മടങ്ങി വന്നു. അത്തി തളിർത്തു. ക്ലിയർ ആയില്ലേ? പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് അവർ മടങ്ങി വന്നു. ആ രാഷ്ട്രത്തിന്റെ പേരാ ഇന്ന് ഇസ്രായേൽ. എത്ര വർഷമായി? 1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ ഈ പ്രവചനത്തിന്റെ നിവൃത്തിയായി ഉയർത്തി പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വരും. അതാ യേശു പറഞ്ഞു അത്തി തളിർത്തു. 48-നെ 70 കൊണ്ട് കൂട്ടിയാൽ എത്രയായി? 48 + 70. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, MBA, MCA, എനിവൺ. 48 + 70 എത്രയായി മക്കളെ? 2000. ഉറക്കപ്പറ, വിഷമിക്കണ്ട. ലാസ്റ്റ് $1 ഗിഫ്റ്റ് ഉണ്ട്, ഞാൻ തന്നിട്ടേ പോകത്തുള്ളൂ. ഞാൻ നോക്കുന്നെല്ലാവരും. 2018 കഴിഞ്ഞ് ഇന്ന് എത്രയായി? 73 വർഷമായി. മനുഷ്യന്റെ ആയുസ് എത്ര? ആരും മിണ്ടുന്നില്ലല്ലോ. ശവപ്പെട്ടി ആർക്കും വേണ്ടെന്ന് തോന്നുന്നല്ലോ. സ്വോത്ര. മനുഷ്യന്റെ ആയുസ് എത്ര? സങ്കീർത്തനം 90 ആരെങ്കിലും വായിക്കോ? ഞങ്ങളുടെ ആയുഷ്കാലം 70. ബാക്കിയൂടെ മിണ്ടുന്നില്ല. ഭാഷന്മാർക്ക് ഉടനെ ഒന്നും പോകാൻ താല്പര്യമില്ല. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെ ആയാൽ 80. അതുകൊണ്ടാ സജുജാത്തന്നൂർ ഇന്നും പറയുന്നത് ഈ തലമുറയിൽ, അത്തി തളിർത്ത തലമുറയിൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകുകയില്ല. എത്ര ക്ലിയറായി ബൈബിൾ നിങ്ങളുടെ മുൻപിൽ ഇന്ന് രാത്രി ഞാൻ പ്രദർശിപ്പിച്ച് കാണിക്കുക. അത്തി തളിർത്തിട്ട് 73 വർഷമായി. 70 അല്ലേ 80 അല്ലേ? ഗ്രേസ് അച്ചായമാർക്ക് കിട്ടിയുള്ള 10 20 അവിടം വരെ ഒന്നും പോകത്തില്ല. അതിനു മുമ്പ് കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കും. അതിന് നിതാന്തമായ ലൂക്കോസും മത്തായിയും മർക്കോസും ഒറ്റയടിക്ക് വന്നത് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം മത്തായി 24-21. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു മഹാകഷ്ട ഇനിമേൽ സംഭവിക്കാത്തത് അന്നാളിൽ ഉണ്ടാകും. അവന്റെ പേരല്ലയോ നോവൽ കൊറോണ. സന്തോഷമില്ലല്ലോ? ഉടനെ എങ്ങാനും തീരുവോ? കഴിഞ്ഞ കൺവെൻഷനെ ഞാൻ കൊച്ചി പറഞ്ഞില്ലേ, 4-5 കൊല്ലം ഇവിടെ കിടക്കുന്നു, അപ്പോഴത്തേക്ക് എല്ലാം ശരിയാവുമെന്ന്. സ്വോത്രം. ശൈലജ ടീച്ചർ പറയുന്നല്ലോ, അവൻ ജനിതക മാറ്റം നടത്തിയില്ല. എവിടെ വരായി? ഇപ്പം നോവൽ പോയില്ലയോ? COVID-19 പോയില്ലയോ? ബ്രെയിൻ എഫക്റ്റ് പോയില്ലയോ? B117 പോയില്ലയോ? അത് കഴിഞ്ഞ് ഡെൽറ്റ പോയില്ലയോ? 6ാമത്തെ ജയൻ്റെ പടം പോലെ അടുത്തത് വന്ന് ഒമിക്രോൺ. സ്വോത്രം. ഇനി 7ാമത്തെ ഏത് വരുന്നെന്ന് നോക്കിയാൽ മതി. സ്വോത്രം. പടം പൊഴിച്ചുകൊണ്ടിരിക്കുക, എല്ലാം റെഡിയാവും. സ്വോത്രം. അടുത്ത പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കരയുവിടുന്ന് ബാക്കിയവൻ്റെ കാര്യങ്ങൾ അവിടെ ഞാൻ തൊടുക. 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാഷ്ട്രം. അവനാകെ എത്ര പേരുണ്ടായിരുന്നു? ചരിത്രവും ബൈബിളും കേട്ടുകൊണ്ടിരുന്നേക്കണം. ലാസ്റ്റിലെ ഞാൻ ഗാസയിലേക്ക് വരുക. 1949 എന്താ സംഭവിച്ചത്? ആകെ 3 ലക്ഷം പേര്. അവന്മാർ യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ട് കത്ത് കൊടുത്തു, സാറേ ഞങ്ങളെ ഒരു രാഷ്ട്രമാക്കണം. ജനിച്ചിട്ട് 1 വർഷം ആയില്ല. ആ സമയത്ത് 3 ലക്ഷം പേരേ ഉള്ള ഇസ്രായേലിൽ. അവർ രാജ്യമാവണം. ആ രാജ്യമാവാൻ UN കത്ത് കൊടുത്തവൻ പറഞ്ഞു, ഇല്ല നിങ്ങളൊക്കെ ഏറ്റത്തില്ല, 7 ലക്ഷം പേര് വേണം. റഷ്യയുടെ വടക്കൊരു സ്ഥലമുണ്ട് സിറിയ, അതിൻ്റെ അപ്പുറത്തൊരു ബോർഡറുണ്ട്, അതിൻ്റെ പേരാ റഷ്യ. അവിടുന്ന് 4 ലക്ഷം അർമീനിയക്കാർ, രായ്ക്ക് രാമാനും ഈ മെഡിക്കൽ കോളേജിൽ പിന്നെ എയിംസുകാർ കൊച്ചി ചെക്കപ്പിന് വരുമ്പോൾ എല്ലാ അനാഥ മന്ദിരത്തിലെ രോഗികളെ മെഡിക്കൽ കോളേജിൽ കിടത്ത് 400 സീറ്റ് ഫുള്ളാക്കണം. എന്നിട്ട് വല്ല ബ്ലഡും കുത്തി ICUവിനകത്ത് കിടത്തുക. അന്നേരം വരുന്നവർക്ക് കൈക്കൂലിയും കൊടുക്കുമ്പോൾ കൊച്ചി മെഡിക്കൽ കോളേജിന് അംഗീകാരം. സ്വോത്രം. അതേ പരിപാടി യഹൂദൻ ചെയ്തു. അർമീനിയയിൽ നിന്ന് 4 ലക്ഷം കൊള്ളരുതാത്ത അർമീനിയക്കാരെ ഇങ്ങോട്ടടിച്ച് ഇസ്രായേൽ.
അതുകൊണ്ടാ ഇന്ന് വിശുദ്ധ നാട്ടിൽ കള്ളുകുടിയും കൊച്ചിയിലെ കണക്ക് കഞ്ചാവടി. അത് വിശുദ്ധ നാടൊന്നും അല്ല, ചുമ്മാതെ പൈസ കളയണ്ട. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യം എല്ലാം പോക്കാ. സ്വോത്രം. അത് യഹൂദനല്ല, അബ്രഹാമിന്റെ തലമുറയിലുള്ളവരല്ല. അർമീനിയ എന്ന് മതിലിയാടി കള്ള പാസ്പോർട്ടിലും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയവന്മാരാ ഇന്ന് കിടക്കുന്നത്. അതുകൊണ്ട് അർമീനിയയുടെ പള്ളി അവിടെ ഉള്ളത്. 49 ഫെബ്രുവരി മാസം 2-ാം തീയതി അമേരിക്കക്കാരൻ പറഞ്ഞു, യവനെ കയറ്റിയ കുഴപ്പാ, യവൻ ഇസ്രായേല. അപ്പം ദൈവമാര് ശത്രുക്കളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവം. നിന്നെ വാലായിട്ടല്ല. റഷ്യന്ന് 4 ലക്ഷം കയറി കയറ്റിയപ്പോൾ റഷ്യക്കാരൻ പറഞ്ഞ് അവരെ അങ്ങ് അകത്തിരുത്തിക്കോളാം. സ്വർഗത്തിലെ ദൈവം. 1949 ഫെബ്രുവരി മാസം 2-ാം തീയതി തികഞ്ഞിട്ട് 1 വർഷം മുലപ്പാൽ പോലും കുടിമാറാത്ത ഇസ്രയേലിനെ UN-നകത്ത് സ്വർഗത്തിലെ ദൈവം വരുത്തി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നീ ഏറ്റെടുക്കണം. ഇന്ന് രാത്രി കൃപയാൽ പറയണം, ദൈവം സഹോദരൻ നിന്റെ മുൻപിൽ ഒരു പ്രോമിസ് വെച്ചിട്ടുണ്ടെങ്കിൽ, സിസ്റ്റർ നിന്റെ മുൻപിൽ ഒരു പ്രോമിസ് വെച്ചിട്ടുണ്ടെങ്കിൽ, മതിൽ നിന്റെ നേരെ ഉയർന്നാൽ, ചെങ്കടൽ നിന്റെ നേരെ ഉയർന്നാൽ, ദൈവം കാര്യം കാണാൻ ഏത് വഴി സ്വീകരിക്കുക. ആരാ? ഏലിയാവിന് വേണ്ടി കാക്കയച്ചൊരു ദൈവമുണ്ട്. ഹാഗാറിന്റെ പൈതലിന് വേണ്ടി ബേർശബ മരുഭൂമിക്കകത്ത് താഴെ കിടന്ന വെള്ളത്തെ ഊറ്റിക്കൊടുത്തൊരു ദൈവമുണ്ട്. കഴുതയെ അന്വേഷിച്ചു പോയവനെ ഇസ്രായേലിന്റെ രാജാവാക്കുക പ്രോമിസിന്റെ കരമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറ, നിന്റെ ശത്രുക്കളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. നീ തകരേണ്ട സ്ഥാനത്ത് പൊന്നുപോലെ അതിന്റെ നടുവിൽ കൂടി കടത്തി വിടുക. ഇസ്രായേലിന്റെ പിൻപിൽ ഒരു കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. 2021 ഡിസംബർ മാസത്തിൽ ആ കരം എനിക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്ന കരം. സ്തോത്രം. ദ പ്രോമിസ് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറുന്നില്ല. 49 അവർക്ക് രാജ്യമായി പേരും കിട്ടി ഇസ്രായേൽ. ഇസ്രായേലിന്റെ തലസ്ഥാനം എന്തായി? ജെറുസലേം. 49 ഒന്നാമത്തെ യുദ്ധം. രക്ഷയില്ല. അറബ് രാജ്യങ്ങളെ തകർത്തു. 1948 ഇവർക്ക് പതിച്ചു കൊടുത്ത എത്രയാണെന്നറിയാമോ? 20,770 കിലോമീറ്റർ ഇസ്രായേലിന്. തീർന്നില്ല. അടുത്തത് മനസ്സിലാക്കണം. 20,770 ഇസ്രായേൽ. തൊട്ടടുപ്പുറത്ത് ഒരുത്തന് കിട്ടിയ 6,750 കിലോമീറ്റർ. അവൻ്റെ പേരാ ജോർദാൻ. പിന്നെ ഈ ജെറുസലേം എന്ന് പറയുന്ന സ്ഥലം ഒരു പ്രത്യേക സംഗമഭൂമി ആയതുകൊണ്ട് 674 കിലോമീറ്റർ. ആർക്കാ? ജോർദാൻ, ഇസ്രയേൽ, UN മതകാര്യ വകുപ്പ്, യേശാവിൻ്റെ മക്കൾ അപ്പുറത്ത് കിടപ്പുണ്ട്. അവരുടെ പേരാ പലസ്തീൻ. അതിൽ റമല്ല, അതിനോട് ചേർന്ന് വെസ്റ്റ് ബാങ്ക്. ഇപ്പുറത്ത് മെഡിറ്ററേനിയൻ കടലിൽ ഇപ്പുറത്ത് ഒരു പ്രൊവിൻസ് ഉണ്ട്, അതിൻ്റെ പേരാ ഗാസ സ്ട്രിപ്പ്. അങ്ങനെയെങ്കിൽ 1967 6 ദിന യുദ്ധത്തിനകത്ത്, അറബ് ഇസ്രായേൽ വാറിനകത്ത് ഇസ്രായേൽ എന്തോ ഇതെന്നറിയാമോ? ഗോലാൻ കുന്ന് മുതൽ ഇപ്പുറത്ത് ജെറുസലേം വരെ കമ്പിയിട്ട് കയ്യിലാക്കി. 6 ദിന യുദ്ധം. അന്ന് സക്കരിയാവിൻ്റെ 1-ാമത്തെ പ്രവചനം നിവർത്തിയായി. ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനൊരു പരിഭ്രമ പാത്രമാക്കും. ദ പോയിന്റ് ഈസ് നമ്പർ 1. അവനൊരു പരിഭ്രമ പാത്രമായി. ജെറുസലേമിൻ്റെ 16 പ്രത്യേകത പഠിക്കുന്നവർക്ക് വേണ്ടി സമയം എൻ്റെ മുൻപിലോട്ട് കറക്റ്റ് ആക്യുറേറ്റ് ടൈമിൽ ഞാൻ നിർത്തിത്തരാം. അതിനകത്ത് 16 പ്രത്യേകത ജെറുസലേമിനെ പറ്റി നോട്ട് ചെയ്യാം. 1, 5000 വർഷം പഴക്കമുള്ള പട്ടണം. 2, ദാവീദിൻ്റെ പട്ടണം. 3, ദേവാലയക്കുന്ന് അഥവാ 14 ഏക്കർ ദേവാലയക്കുന്ന്. 4, മക്ക മദീന കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ പുണ്യസ്ഥലം അഥവാ അൽ-അക്സ അവിടെ. 5, ഇന്നത്തെ ഇസ്ലാം സഹോദരങ്ങൾ പറയുന്നു മുഹമ്മദ് നബി ഏത് പാറയിൽ നിന്ന് എടുക്കപ്പെട്ടു, ആ പാറ ഡോം ഓഫ് ദ റോക്ക് അവിടെ. 6, യേശുവിൻ്റെ കല്ലറ ഇതേ പട്ടണത്തിൽ. യേശുവിൻ്റെ അമ്മയുടെ കല്ലറയും ഇതേ പട്ടണത്തിനകത്ത്. യേശുവിൻ്റെ തൈലലേപനം നടത്തിയത് ജെറുസലേമിനകത്ത്. യേശുവിൻ്റെ ക്രൂശ് ചുമന്ന് കിദ്രോൻ തോട് ഇതേ പട്ടണത്തിൽ. 10, മരിച്ചുയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ നടുവിലേക്ക് വന്നത് ഇതേ പട്ടണത്തിൽ. 11, ഇതിനോട് ചേർന്ന് അരിമത്യക്കാരനായ യോസഫിൻ്റെ കല്ലറ. 12-ാമത്തെ സംഭവം, ലോകത്തിൻ്റെ ചരിത്രത്തിൽ 60 പ്രാവശ്യം യുദ്ധമേറിയ ഒരു സ്ഥലം ജെറുസലേം. 13-ാമത്തെ സംഭവം, 43 പ്രാവശ്യം ജനത്തെ ഒഴിച്ചു മാറ്റി. 14-ാമത്തെ സംഭവം, 23 പ്രാവശ്യം മുറിവേറ്റ പട്ടണം ജെറുസലേം. 15-ാമത്തെ സംഭവം, യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത തിയോഡർ ഹെർസന്റെ കല്ലറ ഇതേ ജെറുസലേമിനകത്ത്. ഇതിനി പലസ്തീൻകാർക്ക് കൊടുക്കുമോ? ഇതാ അന്തിമ യുദ്ധം. ഇതെവിടെ എത്താൻ പോകുന്നു? റഷ്യ ഇസ്രയേൽ വാർ. സക്കരിയാവ് 2520 കൊല്ലം മുമ്പ് എഴുതി, അന്നാളിൽ ഇസ്രയേലിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാൻ ഒരു പരിഭ്രമ പാത്രമാക്കും. ജെറുസലേം നമ്പർ 1.
ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു? ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടെ. യോബേൽ സംവത്സരത്തിൽ ജെറുസലേം 1967 യഹൂദന്റെ അന്ത്യദിനങ്ങൾ. യോബേൽ സംവത്സരത്തിൽ യെരുസലേം 2 കിടക്കുന്നു. അവരുടെ അവസാന ശബത്തുകളുടെ ശബത്തായി യഹൂദൻ ഹനീക്ക ഫെസ്റ്റിവൽ കൊണ്ടാടുന്നു. അവരുടെ മശിഹ വരാറായി അന്തിമ യുദ്ധത്തിലേക്ക്. അടുത്തത് മൂന്നാമത്തെ സംഭവം, അടയാളങ്ങളുടെ അവസാനമായി ഇന്ന് ഇസ്രയേലിനെ കാണിക്കുന്നു. ദ ഫസ്റ്റ് പോർഷൻ നമ്പർ 1, അതൊരു പരിഭ്രമപാത്രമാക്കും. തീർന്നില്ല. 2, അതൊരു ഭാരമുള്ള കല്ലായി ഞാൻ മാറ്റും. എപ്പോൾ? അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ആരായിരുന്നു? ട്രംപിന് തൊട്ട് മുമ്പ് ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാ ബരാക് ഒബാമ ഹുസൈൻ. ബരാക് ഒബാമ എന്നല്ല, ഹുസൈൻ എന്ന് പൂർണ്ണ പേര്. അദ്ദേഹം 2016 കസേര വിടുന്നതിന് മുമ്പിട്ട് ദൈവദാസന്മാര് യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രമേയം എഴുതി കൊടുത്തിട്ടാ ഇദ്ദേഹം പോയത്. അമേരിക്കയെ ചതിച്ചു, ഇസ്രയേലിനെ ചതിച്ചിട്ട് ഒരു പ്രമേയം എഴുതി വെച്ചു. ജെറുസലേം 67 പിൻപിലുള്ള സ്ഥിതിയിലേക്ക് മാറ്റിക്കൊടുക്കണം. അങ്ങനെയെങ്കിൽ ഈ ജെറുസലേം ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. UN പ്രമേയം. അപ്പ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചു യഹൂദൻ ആലയം വേണം, ഭരണം വേണം. അന്നേരം ഒരു വായാടി അമേരിക്കയുടെ പ്രസിഡന്റ് ആക്കി. പേര് ഡൊണാൾഡ് ട്രംപ്. രാഷ്ട്രീയക്കാരനല്ല, ബിസിനസ്സുകാരൻ. അങ്ങനെ ഒരാളെ കേട്ടിട്ടില്ലേ? ട്രംപ്. സ്വോത്രം മിണ്ടുന്നില്ലല്ലേ? സ്വോത്രം. ഇവിടെ കൊച്ചിയിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വായാടിയായിട്ട് നടന്ന പുള്ളിക്കാരനാണ് ഡൊണാൾഡ് ട്രംപ്. കസേര പോയി എങ്ങനെ പനി വന്നപ്പം പറഞ്ഞ അമേരിക്ക എത്ര പനി കിടക്കുന്നെന്ന്. താഴെ പോയി. സ്വോത്രം. അന്നേ വല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ രക്ഷപ്പെട്ടു പോയെന്ന്. സ്വോത്രം. അമേരിക്കയ്ക്ക് എന്ത് പനിയെന്ന് പോയത് 7.5 ലക്ഷം. സ്വോത്രം. ചില മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. സ്വോത്രം. ആ മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ എന്തോ കുഴപ്പം? നമ്മൾ കുഴി ചാടും. ഇത്രയേ ഉള്ളൂ. സ്വോത്രം. അത് തന്നെ ട്രംപിന് സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ട്രംപ് 2017 ഡിസംബർ മാസം 6-ാം തീയതി ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കി. ആർക്കെങ്കിലും തെളിവ് വേണമെങ്കിൽ തരാം. ഇതാണ് സക്കരിയാവ് പറഞ്ഞത്. ജെറുസലേമിന് ഞാൻ ഭാരമുള്ളൊരു കല്ലാക്കി വെക്കും. 48 മെയ് 14-ാം തീയതി ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ബെൻഗൂറിയോൻ, അവന്റെ ഫാമിലി സിംഹത്തിന്റെ ഫാമിലി. അതുകൊണ്ട് ജെറുസലേമിലെ കൊടിക്കകത്ത് 6 കാലല്ല, ലയൺ നിൽക്കുന്നു, സിംഹം. അവന്റെ പേര് ഇന്ന് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ നിന്ന് നോൺ സ്റ്റോപ്പ് എയർ ഇന്ത്യക്കകത്ത് കയറിയാൽ ടെല്ലവീവിൽ ഇറങ്ങുമ്പം പച്ചക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഡേവിഡ് ബെൻഗൂറിയോൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അവനാണ് ഈ ഇസ്രയേലിലെ കൊടി ഉയർത്തിയത്. ഇതൊക്കെ മനസ്സിലാക്കുക. അന്ന് ടെല്ലവീവ് ആയിരുന്നു ഇസ്രയേലിന്റെ തലസ്ഥാനം. പക്ഷേ 2017 ഡിസംബർ മാസം 6-ാം തീയതി മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി. അന്തിമ യുദ്ധത്തിന്റെ നാളുകൾ സഭയെടുക്കപ്പെടാറായി. തീർന്നില്ല. 48 മെയ് 14-ാം തീയതി കഴിഞ്ഞപ്പോൾ 70 വർഷം തെരഞ്ഞപ്പോൾ ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കൽ. അവളെ കെട്ടിയത് ഒരു യഹൂദന, ജാറേദ് കുഷ്ണർ, വൈറ്റ് ഹൗസുകാരൻ. അവരെന്തോ ചെയ്തു? ഇസ്രയേലിന്റെ എംബസി ടെല്ലവീവിൽ നിന്ന് മാറ്റി ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. എന്തിനു വേണ്ടി? യഹൂദന്റെ ആലയം പണിയുവാനുള്ള കമ്മിറ്റിക്ക് വേണ്ടി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ ഈ പ്രവചനത്തിന്റെ നിവർത്തി അകത്തളങ്ങളിൽ ജ്വലിക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയണം, ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുക. തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എന്റെ നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി കൊച്ചിൻ പെന്തക്കോസ്ത് ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോൾ ദൈവജനം പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് തീർന്നില്ല. ഇസ്രായേല് ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ക്ലിയർ. 2. അടുത്തത് മൂന്നാമത്തെ സംഭവം, ഇസ്രായേൽ ഇനി ജൂതരാഷ്ട്രം. ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് UN മിണ്ടാൻ പറ്റത്തില്ല. അവൻ യഹൂദരാഷ്ട്രമായി മാറി. 2 പ്രവചനം നിങ്ങളുടെ മുൻപിൽ ഞാൻ നിവർത്തി. 1, ഒരു വ്യക്തിയിൽ, ജാതി, രാഷ്ട്രം. നമ്പർ 1, 48 മെയ് 14 അവർ രാഷ്ട്രമായി ഇന്നത്തെ യുണൈറ്റഡ് നേഷൻസിൽ. 2, ട്രംപ് വന്നു, ഭാരമുള്ള കല്ലാക്കി. 3, കോവിഡ് കാലത്ത് ഇസ്രയേലിന്റെ വിഷയത്തിൽ ജാതികൾ എഴുന്നേറ്റ് വരും. കണ്ടോ? ഇസ്രയേൽ ഗാസ കോൺഫ്ലിക്റ്റ് കണ്ടവരെന്ന് കൈ ഉയർത്താൻ. കഴിഞ്ഞ ഏപ്രിൽ റംസാൻ മാസത്തിൽ മിണ്ടുന്നില്ലല്ലോ. ആര് പത്രം വായിച്ചില്ലേ? സ്വോത്രം. പ്രവചനത്തിലേക്ക് വരെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ? ഇനിയുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 1967 PLO എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ നേതാവായിരുന്നു യാസർ അറാഫത്ത്, ഫലസ്തീനിൻ്റെ. അദ്ദേഹം ആ വിമോചന പോരാളിയായി നിന്നത്. അദ്ദേഹം അവിടുത്തെ പലസ്തീൻ പ്രസിഡന്റായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡിൽ നിന്നും ഒരു വിഭാഗം എഴുന്നേറ്റ് വന്നു. അതിൻ്റെ പേര് ഹമാസ്. ഹമാസിന് 2 ബ്രിഗേഡ്, അലക്സ, അൽ കയ്യൂം.
ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന ഗാസ സ്ട്രിപ്പ്. 17 ലക്ഷം പലസ്തീനികൾ. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ മറ്റൊരു ചെരുവായ യഹൂദിയ ശമരിയോട് ചേർന്ന് പലസ്തീൻ, റമല്ല, വെസ്റ്റ് ബാങ്ക്, ഈ 17 ലക്ഷം പേരുള്ള ഗാസയിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. അതൊരു അന്തിമ യുദ്ധത്തിലേക്ക്. ബൈബിളിനകത്തുണ്ടോ? 4 വാക്യം പ്രവചനത്തിൽ കൂടി നോട്ട് ചെയ്യണം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലെ ടെലിവിഷൻ ക്ലിപ്പ് എടുത്തിട്ട് ഇന്ന് രാത്രി ബൈബിൾ എടുത്തിട്ട് പറയണം ഇത് അന്ത്യകാല പ്രവചനം. അല്ലെ നിങ്ങളുടെ യൂട്യൂബ് ചെക്ക് ചെയ്താൽ മതി. ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ് തുടങ്ങാം. ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആമോസ് 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചോട്ടെ ദൈവദാസനെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്ത വായിക്കാം. ഗസ്സയുടെ 3-ഓ 4-ഓ അതിക്രമം നിമിത്തം ഞാൻ അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുകയാൽ മതി. അടുത്ത വാക്യം. ഞാൻ ശിക്ഷ മടക്കി കളയുകയില്ല. ഗാസ. അടുത്തത്. ഞാൻ ഗസ്സയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. മതി. 4 അത് അതിന്റെ അരമനകൾ ദഹിപ്പിച്ചു കളയും. ഈ ഏപ്രിൽ മാസത്തിൽ ഇസ്ലാമിന്റെ പെരുന്നാളിനകത്ത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടു. ഇസ്രയേലിന്റെ 160 വിമാനങ്ങൾ 3 എയർപോർട്ടിനകത്ത് നിന്ന് ഗാസയെ ആക്രമിച്ചു. കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ സഹോദരന്മാർ. നിങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ലയോ? ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ് രായ്ക്കിരാമാൻ ഇവിടെ കണ്ടത് ഇസ്രയേലിന്റെ മതിലിനകത്ത് നിന്ന് ഗാസയുടെ അരമനകളെ ഞാൻ നശിപ്പിച്ചു കളയും. ഇസ്രയേലിന്റെ 3 എയർപോർട്ടാണ്. 1 ഡേവിഡ് ബെൻഗൂറിയോൻ, 2 ദിമോണ, 3 അല്ലൗദ എയർബേസ്. ഇവിടെ നിന്ന് 160 വിമാനങ്ങളാ രായ്ക്കിരാമാന ഗാസയിൽ അടിച്ചത്. അന്ത്യകാല പ്രവചനം ക്ലിയറായില്ലേ? അതിന്റെ അരമനകൾ എന്ന് പറഞ്ഞാൽ വൻകിട കെട്ടിടങ്ങൾ തകർന്നത് നിങ്ങൾ ടെലിവിഷനകത്ത് കണ്ടില്ലേ? അൽ ജസീറയുടെ കെട്ടിടം തകർന്ന് കണ്ടില്ലേ? കൊച്ചിങ്ങടെ നേഴ്സറി തകർന്നത് കണ്ടില്ലേ? അരമനകളെ മുഴുവൻ 4 അതിക്രമം. 1-ാമത്തെ അതിക്രമം 2003 ഇസ്രായേൽ ഗാസ കോൺഫ്ലിക്റ്റ്. 2-ാമത്തെ അതിക്രമം 2007. 2014 2500 പേർ മരിച്ച 3-ാമത്തെ അതിക്രമം. 4-ാമത്തെ അതിക്രമം 2021 ഏപ്രിൽ മാസത്തിൽ 250 പലസ്തീന് 12 ഇസ്രായേൽ പടയാളികളും കൊല്ലപ്പെടുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക്. 5-ാമത് ഗാസയ്ക്കെതിരെ ആക്രമണം. ഇസ്രായേൽ ഗാസ ആക്രമണം ഉണ്ടായാൽ ഇതൊരു അന്തിമ യുദ്ധം. ഇതാ ഈ കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടത് 2021 ഗസ. ഉൽപ്പത്തി 10-19 ഷിംഷോന്റെ കണ്ണ് പൊട്ടിച്ചത് ഇല്ല. വീണ്ടും ഗസയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഫിലിപ്പോസിന് ഗസയിൽ വെച്ച് എത്യോപ്യ രാജ്യയുടെ മേൽവിചാരകനായ ഷണ്ണാൻ ഈ റൂട്ട് തന്നെ ഗസ. ഈ ഗസയിൽ വെച്ച് ആക്രമണം ഉണ്ടാകും. 1-ാമത്തെ പ്രവചനം ബൈബിൾ റിലേറ്റഡ് ടു ഹിസ്റ്ററി. ദാറ്റ് മീൻസ് എൻഡ് പ്രൊഫസി. 2-ാമത്തെ വീണ്ടും വരുന്നു. ഈ 2 വാക്യവും 5 വാക്യമാകുമ്പോൾ തീരും. ഇരമ്യാ പ്രവചനം വായിക്കാൻ ദൈവദാസന്. അടുത്ത ഗാസ ഇരമ്യാവ് 47-5-6-7 വാക്യങ്ങൾ. അടുത്ത വാക്യം ഇരമ്യാ പ്രവചനം 47-5-6-7 വാക്യങ്ങൾ. ഇരമ്യാവ് കഷണ്ടി വന്നിരിക്കുന്നു. അവരുടെ താഴ്വരയിലെ ശേഷിപ്പായ അസ്കലോൻ മുടിഞ്ഞുപോയി. ആഷ്കലോൻ ഇതാണ് മലയാളം. പക്ഷെ നീട്ടി വിടരുത്. 2 മിനിറ്റ് സമയം എടുത്താലും ഒരു കേൾക്കണം. ആഷ്കലോൻ എന്നൊരു വാക്ക് മലയാളി എന്നാ കേട്ടത്? അങ്ങനെ വല്ലവരും കേട്ടായിരുന്നോ? ഇടുക്കിക്കാരി സൗമ്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് മിസൈൽ ആക്രമണത്തിൽ തട്ടിപ്പോയത് വല്ലവരും കണ്ടായിരുന്നു? സ്വോത്രം. നമുക്ക് സന്തോഷമല്ല. BJP-ക്കാരെങ്കിലും കൈ ഉയർത്തിയായിരുന്നു അന്ന്. സ്വോത്രം. ഇസ്രായേലിന്റെ സ്നേഹം കൊണ്ട് മിണ്ടുന്നില്ലല്ലോ. ഇടുക്കിക്കാരി സൗമ്യ മരിച്ചറിഞ്ഞായിരുന്നോ? ആരും വായിച്ചില്ലേ? പേപ്പർ വായിച്ചില്ലയോ? നിങ്ങൾ മതിലിയാടുന്നതേ വായിക്കുന്നുള്ളൂ. അതാ പറഞ്ഞു. സ്വോത്രം. അന്ന് ഈ സഹോദരി എവിടെ വെച്ചാ മരിച്ചത്? ആഷ്കലോനിൽ. ക്ലിയർ ആയില്ലേ? ആഷ്കലോനിൽ. അതെവിടുന്ന് വന്നു? ഗാസയിൽ നിന്ന് മിസൈൽ വന്നു. ഇസ്രായേൽ എവിടെ അടിച്ചു? ഗാസയ്ക്ക് കഷണ്ടി വന്നു. കഷണ്ടി വന്നെന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ബോംബല്ല. ഗാസയില് പലസ്തീൻ വിമോചനത്തിന്റെ ഹമാസിന്റെ 18 ലീഡർമാരെ പച്ചയ്ക്ക് കൊന്നെന്നാ ദൈവമക്കളെ ഇന്ന് രാത്രി എഴുതി വന്നിരിക്കുന്നത്. ലീഡർഷിപ്പിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞു. അതിലെ ഏറ്റവും ശക്തമായ ലീഡർ മുഹമ്മദ് ഇസഡ്. മുഹമ്മദ് ഇസഡിന്റെ കാല് തകർന്നെന്ന് ഗാസയിൽ ഇരിപ്പുണ്ട് ഇസ്രായേൽ. അതാണ് ഇരമ്യാവ് എഴുതി വെച്ചിരിക്കുന്നത്. ഗാസയ്ക്ക് കഷണ്ടി വന്നിരിക്കുന്നു. തീർന്നില്ല. നിങ്ങളുടെ കൊച്ചുങ്ങളെല്ലാം ഖത്തറിലുണ്ട്. യഹൂദ ആരാന്നറിയാമോ? സ്വോത്രം. ഈ അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസിൽ ചെന്നിട്ട് ബിൽ ക്ലിന്റൺ വിളിച്ചപ്പോൾ പലസ്തീനോട് ചേർന്നിട്ട് പറയാം അയ്യോ അവർ ഇസ്മായിലിന്റെ മക്കളെ അന്തോനോ ബായി എന്ന്. സ്വോത്രം. ബിൽ ക്ലിന്റനും വിചാരിച്ചവർ നല്ലവരാന്ന്. അവിടെ കൈയും കൊടുത്ത് ജ്യൂസും കുടിച്ചിട്ട് ഇങ്ങോട്ട് വന്ന പലസ്തീനെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു. സ്വോത്രം. അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഒരു കാലത്ത്. ആരാന്നറിയാമോ? ഖത്തറിനകത്ത് നിന്ന് പലസ്തീൻ്റെ ഓഫീസുണ്ട് ഹമാസിന്റെ. അവിടെ 2 ചേട്ടന്മാരിപ്പുണ്ട്, മുഹമ്മദ് ഖനിയയും ഖാലിദ് മിഷേലും. അത് കണ്ടിട്ടാണ് ഗൾഫ് രാജ്യം ഖത്തറിന്റെ മേളിൽ കൂടെ പ്ലെയിൻ പറത്താതിരുന്നത്. അങ്ങനെ വല്ലതും കേട്ടായിരുന്നു?
വരുന്നു, ഖത്തറിന്റെ മേൽ ഉപരോധം. കൈ ഉയർത്തി സ്വോത്രം ചെയ്ത യുവക്കളെ, ഇതെല്ലാം അന്ത്യകാലത്തിന്റെ സംഭവം. ഇന്ന് വേണേ സജു ചാത്തന്നൂരിൽ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടോ, കാനാവിലെ കല്യാണോ, അവറാച്ചം മലയെപ്പോതിയാൻ ഈസി ആയിട്ട് പ്രസംഗിച്ചു തരാൻ നിങ്ങൾ കൈ ഉയർത്ത്. പക്ഷെ ഈ പുസ്തകം മുദ്രയിടാൻ കാലമായി. അന്ത്യകാലത്തിന്റെ പ്രവചനം കേട്ട് ഇന്ന് രാത്രി ലോക സംഭവങ്ങൾ നിരത്തുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് കൃപ തന്നു. അവന്റെ കരം കൊണ്ട് ഇന്ന് രാത്രി പ്രവചനം ഞാൻ എടുത്തു വായിക്കുന്നത്. ഗാസ നിർമൂലമാകും, നിർജ്ജനമാകും, ഗാസയ്ക്ക് കഷണ്ടി വരും, അഷ്കലോൺ ശൂന്യമാകും. രണ്ടാമത്തെ കാര്യം, അടുത്ത പ്രവചനം ദൈവദാസൻ എടുത്തോ. ഇരമ്യാവ്, സെക്കരിയാവ് വായിക്കാം. സെഫന്യാവ് 2, 4, 5, 6 എടുത്ത വാക്യ സെഫന്യാ പ്രവചനം. അടുത്തത് ഗാസ നിർജ്ജനമാകും. ഗസയുടെ മേളിൽ പ്ലെയിൻ കറന്നെങ്കിൽ ഗസ നിർജ്ജനമാകും. അഷ്കലോൺ ശൂന്യമായി തീരും. അഷ്കലോനിൽ നിന്ന് പെമ്പിള്ളാരെ ആമ്പിള്ളാരെ മണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ടുവരുന്ന നിങ്ങൾ കണ്ടില്ലേ? അടുത്തത് അസ്തോദിനെ അവർ മധ്യാഹ്നത്തിങ്ങൾ നീക്കിക്കളയും. അതുകൊണ്ടല്ലയോ ഹമാസിന്റെ മിസൈൽ വരുമ്പോ സൈറൻ കേട്ടത് ടെലിവിഷനകത്തുനിന്ന് കൈ ഉയർത്തിയാട്ട് മക്കളെ. ഇതിന്റെ പ്രവചനമാ. ആഷ്കലോൻ, അസ്തോദ്, ലൂദ്, എക്രോൻ 4 ഇസ്രായേലിന്റെ മതില. അടുത്തത് എക്രോന് നാശം വരും. ലോക ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇറാനിൽ നിന്ന് കൊടുത്ത മിസൈൽ ഹമാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് 50-70 കിലോമീറ്റർ അടിച്ചുകൊണ്ടിരുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഇസ്രായേലിന്റെ ടെൽ അവീവ് മാറിയിട്ട് ഇന്നത്തെ ജെറുസലേം ദേവാലയം പണി കഴിക്കാനുള്ള കുറ്റിയിടുന്ന സ്ഥലത്ത് വരെ ഹമാസിന്റെ മിസൈൽ വന്നപ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, അതിനെ ഭാരമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും, അതിനെതിരെ ജാതികൾ എഴുന്നേറ്റു വരും. അടുത്ത 4ാമത്തെ പ്രവചനം സെക്കരിയ 9:5-6 4 പ്രവചനം. ഇതാ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഗാസ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്. വായിച്ചാട്ട് മക്കള്, സെക്കരിയ 9:5-6 വായിക്കാം. സെക്കരിയ പ്രവചനം 9:5. കണ്ട് ഏറ്റവും വിറയ്ക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആക്രമണത്തിൽ വിറച്ചില്ലേ? അന്ന് തുർക്കിയിലെ തൊയ്ബർദോഗൻ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരുവൻ വരും. അതാ തുർക്കിയിലെ തൊയ്ബർഗോർ ഹാഗിയ സോഫിയ പിടിച്ചടക്കിയത്. യേശു വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നു, സ്നാപക യോഹന്നാൻ. കൈ ഉയർത്തുന്നില്ല എല്ലാവരും. അങ്ങനെയെങ്കിൽ ഇന്ന് ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാ തുർക്കിയിലെ ഇന്നത്തെ പ്രസിഡന്റ് തൊയ്ബർദോഗൻ. ഹാഗിയ സോഫിയ പിടിച്ചടക്കി. അന്ന് ഗസയിൽ അടി നടന്നപ്പോൾ പുള്ളി എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ യുണൈറ്റഡ് നേഷൻസിനെ അല്ല വിളിച്ചത്. ആരെ വിളിച്ച്? കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ വിളിച്ച് മാർപ്പാപ്പയോട് പറഞ്ഞ് അടി നിർത്താൻ ഇസ്രായേലിനോട് വിളിച്ചു പറയുക. 10 കൊമ്പും 7 തലയും പിൻപിൽ രംഗപടത്തിനകത്ത് അന്ത്യകാലം. പ്രവചനമൊക്കെ നിറവേറിയില്ലേ കുഞ്ഞുങ്ങളെ? അടുത്ത വാക്യം ഗസ. അടുത്ത വാക്യം വായിച്ചാട്ടെ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. അടുത്തത് രാജാവ് നശിച്ചു പോകും. ലീഡർഷിപ്പിന്, ഗാസയിലെ ഹമാസിന്റെ ലീഡർഷിപ്പിന് മൊത്തം ഇസ്രായേൽ 2022 ശരിയാക്കും. സ്വോത്രം. നിങ്ങൾ കാണാൻ പോവുക കോവിഡ് കാലത്ത്. അടുത്തത് വായിക്കാം. നിവാസികൾ ഇല്ലാതെയാകും. ഇന്ന് രാത്രി ഇസ്രായേലിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കെയർടേക്കർ ഉണ്ട്. എന്റെ പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ഇന്ന് അഷ്കലോനി ഇസ്രായേൽ പണി നിർത്തി. എന്താ വെച്ചാൽ ഹമാസിൽ നിന്ന് മിസൈൽ വീഴും. അതുകൊണ്ട് ഇന്ന് പണി എവിടെ മാറ്റി? എലാത്തിൽ, ഹൈവേയിൽ. ഇതാണ് ബൈബിളിന്റെ പ്രവചനം. ഇന്ന് രാത്രി പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും. ഏഷ്യാനെറ്റ് മാതൃഭൂമിക്കകത്തും രായ്ക്ക് രാമാൻ ഇസ്രായേൽ പലസ്തീൻ സംഘടന കൊച്ചി തെരുവിനകത്ത് പതാക വീശിയപ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ 2 വശത്ത് നിന്ന് കാനഡയിലും അമേരിക്കയിലും, ഒരു വശത്ത് പലസ്തീനും മറുവശത്ത് ഇസ്രായേൽ പതാകയും വീശിയപ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇന്നേക്ക് 2520 കൊല്ലം മുമ്പ് പറഞ്ഞ പ്രവചനം ഞങ്ങൾക്ക് നിവർത്തിയായി. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്ക് ഞാനൊരു പരിഭ്രമ പാത്രമാക്ക്. ഇല്ല, ജാതികൾ അതിനെ വിരോധമായി കൂടി വരും. തീർന്നില്ല. അന്തിമ യുദ്ധത്തിങ്കിൽ അത് കഠിനമായി മുറിവേൽക്കപ്പെടും. 4 പ്രവചനം ഞാൻ അക്കമിട്ട് നിരത്തി. 1 പരിഭ്രമപാത്രം, 2 അവൻ ഭാരമുള്ള കല്ല്, 3 ജാതികൾ വിരോധമായി കൂടി വരും. കണ്ടില്ലായിരുന്നു? ആരും മിണ്ടില്ലല്ലേ? ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ കേരളത്തിൽ എടുത്താൽ മതി. അടി നടക്കുന്നത് ഇസ്രായേലിലാണ്. പക്ഷേ ഇവിടെ എന്തോരടിയാ നടന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. മിണ്ടുന്നില്ലല്ലോ ആരും. കൊച്ചി തന്നെ എത്ര റാലി നടന്ന ആ പ്രശ്നത്തിൽ? ഇല്ലേ പാസ്റ്റർ? മിണ്ടുന്നില്ലല്ലോ. ഇസ്രായേൽ പാലസ്തീൻ സംഘടന നടന്നപ്പം കണ്ടില്ലയോ? 22 രാഷ്ട്രങ്ങൾ. അന്ന് OIC പറഞ്ഞെന്തോ ഒരു യുദ്ധത്തിലേക്ക് പോകാം. പലരും ഞാൻ അന്ത്യകാല പ്രവചനം പ്രസംഗിക്കുന്നുണ്ട് എന്നെ വിളിച്ചു ചോദിച്ചു, പാസ്റ്റർ നടക്കുമെന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്ങ് യുദ്ധം നടക്കത്തില്ല. ഞങ്ങളുടെ കയ്യിലൊരു ബൈബിളിനകത്തൊരു വാക്യമുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. സ്വോത്രം. യേശുവിൻ്റെ വരവിനെയും നിത്യരക്ഷയും പറ്റിയുള്ള സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നത് പോലെ ചിലർ താമസം വിനാ വിചാരിക്കുന്നതിലുള്ള കർത്താവ് തൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കുവാൻ താമസിക്കത്തില്ല. അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. ഒരൊറ്റ സയൻസും 2 വാക്യം കൊണ്ട് നിർത്താം. അയൺഡോം കേട്ട വല്ലവരും ഉണ്ടോ? അയൺഡോം എന്ന് ആരും മിണ്ടുന്നില്ലല്ലേ? ചെറുപ്പക്കാരെല്ലാം സ്കൂളിലും കോളേജും പോകുന്നില്ലയോ?
അയൺഡോം. അങ്ങനെ കേട്ട വല്ലവരും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഇസ്രയേൽ അച്ഛാ കൈ ഉയർത്തി, എന്തിനാ പേടിക്കുന്നേ? അയൺഡോം ഇസ്രയേൽ ഫലസ്തീനിൽ നിന്ന് വരുന്ന മിസൈലിനെ തടുക്കുവാൻ ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി. അതും ബൈബിളിനകത്തുണ്ട്. അതിൻ്റെ പേരാ അയൺഡോം. അതുകൂടെ പറയാം, ഒരു വാക്യം കൂടെ പറഞ്ഞ് നിർത്താം. ഇന്ന് രാത്രി കേൾക്കണം. എന്താ അയൺഡോം? 35 ലക്ഷം $3 ബില്യൺ. അത് ഏകദേശം 35,000 കോടി രൂപയ്ക്ക് പുറത്ത് ഇന്ത്യൻ രൂപ തന്നെ കയറി വരുന്നതാ ഇസ്രയേൽ പലസ്തീൻ വെഞ്ചർ അയൺഡോം. ഗാസയിൽ നിന്ന് മിസൈൽ വരുമ്പോൾ അയൺഡോമിന് 3 കണ്ടന്റ്. ഒന്ന് ഇന്റർസെപ്റ്റർ, അഥവാ കൊച്ചി എയർപോർട്ടിൽ ഇങ്ങനെ കറങ്ങുന്നത് പോലെ ഒരു ഇന്റർസെപ്റ്റർ, അഥവാ നിങ്ങളുടെ വണ്ടി ക്യാമറയ്ക്ക് അടിക്കുന്ന പോലെ. 2 ഇലക്ട്രാ റഡാർ. വാട്സാപ്പിൽ ഇസ്രായേൽ മിസൈൽ കൊടുക്കുക, അന്നേരമായി സൈറൺ ബസ് ഷെൽട്ടറിനകത്ത് കയറാൻ. 3 ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം. ഇലക്ട്രാ റഡാറിൽ നിന്ന് താഴേക്കൊരു വയറുണ്ട്. അവൻ വരുന്നെന്ന് പറയുമ്പോൾ ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാർട്ടാവും. ബാറ്ററി അപ്പോൾ പമ്പിങ് കൊടുക്കുക. 5ാമത്തെ പോയിന്റ് ലാൻച്ചിങ്. അവൻ ആകാശത്ത് വെച്ച് ഇസ്രയേലിൽ നിന്ന് ഈ ഫലസ്തീനിൽ വരുന്ന മിസൈലിനെ അടിച്ചിടും. അതിൻ്റെ പേര് അയൺഡോം. ബൈബിളിനകത്തുണ്ടോ? അന്ത്യകാലത്ത് ഹമാസ് അടിക്കുന്ന മിസൈലിന് ആകാശത്ത് വെച്ച് തകർക്കുവാൻ ഇസ്രയേലിന്റെ ടെക്നോളജി സ്വർഗത്തിലെ ദൈവം കൊടുക്കുമെന്ന് ബൈബിളിനകത്തുണ്ടോ? ഇന്ന് രാത്രി വായിക്കാം. യെശയ്യാ പ്രവചനം 31-ാം അധ്യായം 5-ാമത്തെ വാക്യം. അന്തരീക്ഷത്തിനകത്ത് ബാറ്റിൽ മാനേജ്മെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഇലക്ട്രാ റഡാർ, ബാറ്ററി ഒരുമിച്ച് ചേർന്നിട്ട് ഇസ്രയേലിനെ തകർക്കാൻ വരുന്ന മിസൈലുകളെ മുഴുവൻ ആകാശത്ത് വെച്ച് തകർക്കുമെന്ന് ബൈബിളിനകത്ത് യെശയ്യാ പ്രവചനം 31:5. ഇതിന്റെ പേര് അയൺഡോം. വായിച്ചാട്ട് മക്കളെ. അടുത്തത് പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഇതിന്റെ പേര് അയൺഡോം. ആകാശത്ത് വെച്ച് വരുന്ന മിസൈലിന് സ്വർഗത്തിലെ ദൈവം യഹൂദനും അമേരിക്കയും ജോയിന്റ് വെഞ്ചറായിട്ട് കാത്തു. അവൻ അതിനെ കാത്തുരക്ഷിക്കും. തീർന്നില്ല, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കുമെങ്കിൽ. ഇന്ന് രാത്രി വാർത്തകൾ മുഴുവൻ കോവിഡ് കാലത്ത് കണ്ട ദൈവജനം പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. കൊച്ചിൻ പെന്തക്കോസ്ത് ദൈവസഭയെ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും നിർത്താൻ പോവുക. അയൺഡോം കണ്ടു. അടുത്ത ഒറ്റ വാക്യം. അടുത്തടി എവിടെ? ഇനി 2022 ഞാൻ ഇവിടെ വന്നില്ലെങ്കിലും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇസ്രയേൽ സിറിയയെ അടിക്കാൻ പോകുന്നു. ഇതൊരു അന്തിമ യുദ്ധമോ? വായിക്കാം. യെശയ്യാ പ്രവചനം 17:1-2. പ്രവചനം മുഴുവൻ ഇത് കേൾക്കണം. എത്ര രാത്രി നിന്നാ നിങ്ങൾ ഇവിടുന്ന് നിന്നുകളെ. യെശയ്യാ 17:1-2. അടുത്തത് ദമസ്കസിനെ കുറിച്ചുള്ള പ്രവാചകം. ദമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം. ദമസ്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. സിറിയ ഒരു പട്ടണമാകാതിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. മതി. ഇന്നത്തെ സിറിയയുടെ തലസ്ഥാന ഡമാസ്കസ്. അവനെ ഇസ്രായേൽ 2022 അടിച്ചിരിക്കും. അപ്പോൾ 2ാമത്തെ വിഷയം വരുമ്പോൾ 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇസ്രയേലിനെതിരെ വിരോധമായി കൂടി വരും. തൃശ്ശൂർ പൂരത്തിന് മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് കോവിഡ് കാലത്ത് 4 പ്രവചനം നിങ്ങൾ കണ്ടു. അത്തി തളിർത്തു കൊമ്പിളതായി. ഇന്ന് രാത്രി കൊച്ചിക്കാരുടെ സുഹൃത്തുക്കൾ ദുബായിലുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ച പ്രസംഗം ഇട്ടുകൂട്. ഇന്ന് രാത്രി ഒരു കാലത്ത് ഒരു അറബ് രാജ്യത്തെ യഹൂദൻ്റെ പാസ്പോർട്ട് കണ്ടാൽ അവർ പറയും പുറത്തിറങ്ങി നിൽക്കാൻ. എന്നാൽ 2020 ദുബായ് എക്സ്പോയ്ക്കകത്ത് 6 കാലുള്ള വെള്ളപ്പതാകെ ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിനെ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യേശു പറഞ്ഞ പ്രവചനം നിവർത്തിയായി. 2, ജെറുസലേമിന് ചുറ്റുമുള്ള ഭാരമുള്ള ജാതികൾക്കൊരു കല്ലായെങ്കിൽ ഗാസ കോൺഫ്ലിക്റ്റ് ഇന്ന് സുന്ദരമായി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മുറിവേറ്റ കല്ലായി മാറിയിരിക്കുന്നു. 3, കോവിഡിന്റെ മറവിൽ RTPC മാറ്റിക്കൊണ്ട് കൈക്കകത്ത് നാനോ പാച്ചും അല്ലെ മൈക്രോ നീഡിലുമായിട്ട് അവൻ അടുക്കെ അന്തിക്രിസ്തു സമീപമായിരിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഈ തലമുറയിൽ കാഹളം ധ്വനിക്ക്, മരിച്ചവർ അക്ഷയരായി ഉയർക്ക്, ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുമെങ്കിൽ 3 പ്രവചനങ്ങൾ അക്കമിട്ട് ഇന്ന് രാത്രി കണ്ണുകൊണ്ട് കണ്ട തലമുറയോട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു. യെസ്, അമേരിക്ക തകരുമോ? അപ്പച്ചൻ വീട്ടുവാതൊക്കെ സ്ട്രോങ് ആയിട്ട് നിന്ന മോനെ കയറി വീട്ടിൽ വല്ലവരും അടിക്കുമോ ദൈവദാസനെ? അവ അപ്പഴേ സ്ഥലം വിടും. അങ്ങനെ അങ്ങ് അപ്പച്ചൻ വീണ് തുടങ്ങി. താലിബാൻ കൈ കൊടുത്തില്ലേ? ഇറാഖ് കൈ കൊടുക്കുക. അമേരിക്ക തകരും, മോൻ അടിയും കിട്ടും. രാത്രി നിർത്താം. ഇരമ്യാവ്
22, 21, 22 ഇസ്രായേലിന് അടി കിട്ടു. അവിടെ നിർത്താം. യിരെമ്യാവ് 22, 21, 22 വാക്യങ്ങൾ. നിന്റെ ശുഭകാലത്ത്, നല്ല കാലത്ത് ഇസ്രായേലെ ഞാൻ നിന്നോട് സംസാരിച്ചു. എത്ര നല്ല കാര്യം പറഞ്ഞു, പക്ഷെ നീയോ ഞാൻ കേൾക്കയില്ല എന്ന് പറഞ്ഞു. പണ്ട് തൊട്ടേ അവന്റെ ജോലി. എന്റെ വാക്കനുസരിക്കാതെ ഇരിക്കുന്നത്, എന്റെ വാക്കനുസരിക്കാതെ ഇരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. അയ്യോ, പണ്ട് തൊട്ടേ അവന്മാരുടെ കുഴപ്പ തമ്പുരാന്റെ വാക്ക് കേൾക്കിയാൽ. അടുത്തത്, നിന്നെ മേയ്ക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയ്ക്കും. അമേരിക്ക സാമ്പത്തികമായിട്ട് തകർന്നില്ലേ? സന്തോഷമില്ലല്ലോ. ചൈനയുടെ 1,76,000 കോടി കടപ്പത്രത്തില് അമേരിക്കക്കാരൻ ഇന്ന് വെന്റിലേറ്ററിൽ കിടക്കുക. സ്വോത്രം. വല്ല രക്ഷയുണ്ടേ പെട്ടിയും കിടക്കുക അവിടെ ഇട്ടാണ്. താലിബാനിൽ നിന്നെല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് പോയി. സ്വോത്രം. അടുത്ത ഇറാഖിൽ നിന്ന് 2024 തോപ്പമ്പടി ഞാൻ പരസ്യമായിട്ട് പ്രസംഗിച്ച കൺവെൻഷൻ ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ വിളിക്കാൻ പറഞ്ഞ അമേരിക്ക കുലുങ്ങുമെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു കുലുങ്ങത്തില്ലെന്ന്. കോവിഡ് വന്നപ്പം കണ്ടില്ലേ, തൊഴിലില്ലാതെ മലയാളികളെല്ലാം ഗ്ലിസറിൻ തേച്ച് കരയുന്നത് കണ്ടില്ലേ? തീർന്നില്ലേ? സ്വോത്രം. അടുത്ത വാക്ക് വായരുത്. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അമേരിക്ക ഗുഡ് ബൈ പറയും. അപ്പച്ചൻ ഗുഡ് ബൈ പറഞ്ഞാ മോൻ അടി ഉറപ്പ. കരമുയർത്തിപ്പറ, ഇസ്രയേലിനെതിരെ ഒരു ആക്രമണം വരും. ഇന്ന് രാത്രി ഞാൻ എന്റെ മെസ്സേജ് വൈൻഡ് ചെയ്യാൻ പോവാ. ഇസ്രയേൽ ആരാ? ഇന്ന് ഇറാനുമായിട്ട് 5 ക്ലാഷാ നടന്നിരിക്കുന്നത്. 2020 ജനുവരിയിൽ ഇറാന്റെ ഏറ്റവും നല്ല നേതാവ് മൊഹസൈൻ ഫക്രുസാദെ ഇസ്രയേൽ തട്ടിക്കളഞ്ഞു. ആരാ? ട്രംപ്. 2021 വീണ്ടും അടുത്ത 2020 ഡിസംബറിൽ അവരുടെ ആണവശാസ്ത്രജ്ഞ, ഇറാന്റെ ആണവശാസ്ത്രജ്ഞന്റെ പേര് പിന്നെ ഖസീം സുലൈമാനി. ആദ്യത്തെ ഖസീം സുലൈമാനി, 2 മോഹസിൻ ഫക്രുസാദെ, 2 എണ്ണത്തിനെ തട്ടി. കഴിഞ്ഞ ഏപ്രിൽ നിങ്ങൾക്കറിയാമോ ഇറാന്റെ ആണവ നിലയം ഇസ്രയേൽ തകർത്തു. കഴിഞ്ഞ ഈ ഓഗസ്റ്റില് ഈ കടലിൽ കൂടെ കൊണ്ടുവന്ന സബ്മറൈൻ ഷിപ്പിന് ഇസ്രയേൽ ഇറാന്റെ തകർത്തു. ഈ കഴിഞ്ഞ ഒക്ടോബർ, ഈ ഒക്ടോബറിൽ എന്ത് ഇറാന്റെ യുറേനിയം പ്ലാന്റ് ഇസ്രയേൽ തകർത്തെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഇതൊരു ഈറ്റുനോവിന്റെ ആരംഭമാ. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഒരു അന്തിമ യുദ്ധത്തിലേക്ക് കടക്കുന്നു. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ നെഞ്ചുതീരി പറയുന്നു, കോവിഡ് ലോകത്തെ 2 പാർട്ടിലാക്കി. അമേരിക്ക, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ഇസ്രയേൽ ഒരു വശം. മറ്റേതാരാ? താലിബാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, റഷ്യ, ചൈന, ഇവരെല്ലാം കൂടെ തുർക്കി ചെന്നിട്ട് ലെബനോൻ വഴി ഇസ്രയേലിനെ ആക്രമിക്കാൻ പോകുന്നു. അതിന്റെ മലയാളമാണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത്. ചൈനയുടെ സിൽക്ക് പാതയെങ്കിൽ താലിബാൻ ഇതിന്റെ തുടക്കമാകുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, വാക്യം ഞാൻ തൊടുന്നില്ല. യെഹെസ്കേൽ 39:1-2 യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. നിന്നെ ഞാൻ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി 6 ശേഷിച്ച് ഇസ്രായേൽ പർവ്വത നിരകളിൽ എത്തിക്കുമെങ്കിൽ ഇന്ന് രാത്രി അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയുക. പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, ഇറാനും, ഇറാഖും, തുർക്കിയും, റഷ്യയും, ചൈനയും, തുർക്കിയും ഇവരെല്ലാം ചേർന്ന് ലെബനോനിൽ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുവാൻ വട്ടം കൂട്ടുന്ന ചൈനയുടെ സിൽക്ക് പാത കണ്ണിന് മുൻപിൽ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയും, ഈ തലമുറയിൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കാൻ കാലമായി. എന്നാൽ ആ യുദ്ധത്തിന്റെ വെടി ഇവിടെ പൊട്ടുന്നതിന് മുമ്പ് കൊച്ചിൻ പെന്തക്കോസ്തേ ഒരു ശബ്ദം മധ്യാകാശത്തിൽ കേൾക്ക്. കർത്താവ് തൻ ഗംഭീര നാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുവാൻ കാലമായി. ആമോസ് 4:12 ഇസ്രായേല്, ഇസ്രായേല്, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി കാഹളം മുഴങ്ങും. മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ഏത് ദൈവസഭയിൽ പോയാലും ഈ സന്ദേശം കേട്ടിട്ട് ഇന്ന് രാത്രി ഒന്ന് ചോദിക്കണം, ഞാൻ ഇന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി കോവിഡിൻ്റെ പരിസമാപ്തി എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കൊച്ചി നോർത്തിലോ സൗത്തിലോ പോയാൽ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റ് പ്ലാറ്റ്ഫോമാണ്. നീ വഴിയിൽ നിൽക്കേണ്ടി വരും. എന്നാൽ ഒരു റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയാൽ അകത്തളം ജ്വലിക്കുന്ന ദൈവമക്കൾ പറയും, ചൂളമടി തുടങ്ങി, കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഇന്ന് രാത്രി കൊച്ചിൻ പെന്തക്കോസ്തിൽ ഗുഡ് ന്യൂസിന്റെ ഓൺ ലൈവിൽ ഞങ്ങളെ കാണുന്ന ദൈവമക്കളെ ചങ്കിനകത്ത് കൈവച്ച് ഇന്ന് രാത്രി ഈ സംഭവം കണ്ടിട്ട് പറ, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാദിവസം. കൺവെൻഷന്റെ 4ാമത് രാത്രി കരമുയർത്തി പറ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകാൻ
നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, ഇന്ന് രാത്രി പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. നീ വീട്ടിനകത്തോ റോഡിനകത്തോ നിന്റെ റൂമിനകത്തോ ഇരുന്ന് ഇന്ന് രാത്രി നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എൻ്റെ ഏക ദൈവം, യേശു എൻ്റെ ഏക രക്ഷിതാവ്, യേശു എൻ്റെ ഏക കർത്താവ്. ഇന്ന് രാത്രി നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവനെ ചേർക്കുവാൻ യേശു വരാറായി. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഐ വിൽ വൈൻഡ് അപ്പ് മൈ മെസ്സേജ് യെസ്റ്റർഡേ ടാക്കിം. ഇത് തന്നെ ഞാൻ പറഞ്ഞു. 2ാം ലോകമഹായുദ്ധം പാടുന്ന മക്കൾ വന്നിട്ട് 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലും ശവപ്പെട്ടി. One more time revise the First World War, then Second World War. The third one is come behind the screen. First World War maybe transferred to 5.5 lakh. That means a constitution organization is coming, League of Nations. The Second World War going 5.5 crores. One the United Nations. ഇനി ഒരു 3ാം ലോകമഹായുദ്ധം ഇവിടെ വരാൻ പോവാ. അപ്പോൾ ഒരുവൻ വരും, ആൻറ്റി ക്രൈസ്റ്റ്, 10 കൊമ്പും 7 തലയും. എന്നാൽ അവൻ വരുന്നതിന് മുമ്പ് വരുവാനുള്ളവൻ വരും, താമസമേറെയില്ല. പ്രത്യാശ ഉണ്ടോ മക്കളെ? 2ാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലെ ശവപ്പെട്ടി. അപ്പോൾ ബ്രിട്ടനിലെ ഒരു സംഘടന ഒരു പരസ്യം കൊടുത്തു, നല്ലൊരു പോർട്രേറ്റ് വേണം. കുഞ്ഞുങ്ങളെ പലരും പലതും കൊടുത്തു. വീട്, കുർബാന, പള്ളി, കല്യാണം. ഒരു ചെറുപ്പക്കാരൻ മാത്രം 2 പെയിൻറ്റിങ് കൊടുത്തു. ഒന്ന് ഒരു സമുദ്രം, നടുവിൽ ഒരു പാറ, പാറയുടെ മേലൊരു കാക്ക. അവൻ എഴുതിയ അറ്റ്ലാന്റിക് സമുദ്രം, പാറ ക്രിസ്തു, കാക്ക വിശ്വാസി. അതൊരു പോർഷൻ. ദ സെക്കൻഡ് പോർഷൻ, സമുദ്രം ഇളകി മറിയുന്നു, അതിൻ്റെ മേളിൽ ഒരു കൊച്ചുമീൻ. ഈ വിശ്വാസിയായ കാക്കയുടെ വായ്ക്കകത്ത് കയറുന്നു. അടിക്കുറിപ്പ്, അറ്റ്ലാന്റിക് സമുദ്രം എത്ര ഇളകിയാലും പാറയിലിരിക്കുന്ന കാക്കയ്ക്ക് ഒരു കുലുക്കവുമില്ല. അതിലെഴുതിയിരിക്കുക, അറ്റ്ലാന്റിക് സമുദ്രം ലോകമാകുന്ന ഗംഭീരവാരിധി, പാറ ക്രിസ്തു, ക്രിസ്തുവിൻ്റെ മേലിരിക്കുന്ന കാക്ക കുഞ്ഞു വിശ്വാസി. ആ വിശ്വാസിയുടെ വായ്ക്കകത്ത് ഒരു മീനിനെ കൊടുക്കുവാൻ ദൈവശക്തനെങ്കിൽ കോവിഡ് എത്ര മാറി മാറി അടിക്കട്ടെ, അമ്മാമേ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹോദര, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലിലെ ചെടിക്ക് പ്രകാശം, കാട്ടിലെ മൃഗങ്ങൾക്ക് ആഹാരം, ആറ്റിലെ മത്സ്യത്തിന് തീൻ. സ്ലീഹന്മാർ പറഞ്ഞു യേശു മടങ്ങി വരും. ദൂതന്മാർ പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ ഒലിവുമലയിൽ മടങ്ങി വരും. അന്ത്യ അത്താഴത്തിന് മുൻപ് യോഹന്നാൻ 14 യേശു പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് പിന്നെയും നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഞാൻ മടങ്ങി വരും. ഇന്ന് രാത്രി പ്രത്യാശയുണ്ടോ? വരുവാനുള്ളവൻ വരും. പത്മോസിൻ്റെ ഏകാന്തതയിൽ കൊത്തിവലിക്കുന്ന കഴുകൻ, പരുന്തുകളുടെ നടുവിൽ 90 വയസ്സ് പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒന്ന് മുട്ടുമടക്കി, ഒരു കരം അവൻ്റെ മേലിറങ്ങി. ഇന്ന് രാത്രി പറയണം, സിസ്റ്റർ, 4ാമത് രാത്രി ആരെന്നെ തള്ളിയാലും യോഹന്നാനെ തൊട്ടൊരു കരം എന്നെ തൊടും, ദാനിയേലിനെ തൊട്ടൊരു കരം എന്നെ തൊടും. ഇന്ന് രാത്രി പറ, എഴുന്നേൽക്ക്. ആദ്യനും അന്ത്യനും ആര് കരമടിക്കണ്ട, കണ്ണുനീരോടൊന്ന് എഴുന്നേറ്റാട്ടെ. ആ കരം ഇന്ന് രാത്രി എന്നെ തൊടും. 7 വിളക്കിൻ നടുവിൽ. ഇപ്പോൾ നാം അംശമായി കാണുന്നെങ്കിൽ പൂർണ്ണമായത് മധ്യാകാശത്തിൽ വരാറായി. എല്ലാ കണ്ണുകൾ